വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് 2.0. ഇപ്പോൾ 17-ാം തീയതി നടക്കുന്ന പോലീസ് ഡ്രൈവറിന് വേണ്ടി പുതിയൊരു സെക്ഷൻ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. മുമ്പ് നടന്ന പോലീസ് ഡ്രൈവർ എക്സാമിൻ്റെയും ഫയർമാൻ ഡ്രൈവറിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് അഞ്ചിമയും നിത്യചേച്ചിയും ചേർന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് കിട്ടും. എന്താണ് നിങ്ങൾക്ക് ഈ സെക്ഷനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചോദ്യം 1. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏത്? ഉത്തരം വിശ്വഭാരതി സർവകലാശാല. നമുക്കറിയാം, ശാന്തിനികേതൻ ആരംഭിക്കുന്നത് 1901 ആരംഭിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഈ ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറിയത് 1920 പ്രധാനമന്ത്രി ചാൻസലർ ആകുന്ന ഇന്ത്യയിലെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. അതുപോലെ തന്നെ 41ാമത് യുനെസ്കോ സൈറ്റുമാണ് വിശ്വഭാരതി സർവകലാശാല. രണ്ടാമത്തെ ചോദ്യം, JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം TE വാസുദേവൻ. ഇതിന്റെ കറണ്ട് അഫെയർ, JC ഡാനിയൽ പുരസ്കാരം ഇപ്പൊ റീസെന്റ് ആയിട്ട് ലഭിച്ച വ്യക്തിയാണ് ഷാജി എൻ കരുൺ. ചോദ്യം 3. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഉത്തരം ഹാമിൽട്ടൺ. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് 1930 ഹാമിൽട്ടണിൽ വെച്ചാണ്. ചോദ്യം 4. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഉത്തരം 107 മെഡലുകൾ. ചോദ്യം 5. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? CEO ആരാണ്? ഉത്തരം BVR സുബ്രഹ്മണ്യം. നീതി ആയോഗ് നിലവിൽ വരുന്നത് 2015 ജനുവരി 1 ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. അത് നിലവിൽ വരുന്നത് 2015 ജനുവരി 1 നീതി ആയോഗിന്റെ ആദ്യത്തെയും നിലവിലത്തെയുമായ ചെയർമാനാണ് നരേന്ദ്രമോദി. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാണ് അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യത്തെ CEO ആണ് സിന്ധുശ്രീ ഖുള്ളർ. നിലവിലത്തെ CEO ആണ് BVR സുബ്രഹ്മണ്യം. ചോദ്യം 6. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? 1. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു. പ്രസ്താവന ശരിയാണ്. അതായത് 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം കൊണ്ടാടാൻ തീരുമാനിച്ചിരുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന പ്രമേയം എഴുതി തയ്യാറാക്കിയത് ഗാന്ധിജിയാണ്. എന്നാൽ 1930 ജനുവരി 26 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല. അതിന്റെ ഓർമ്മയ്ക്കാണ് 1950 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു. പ്രസ്താവന തെറ്റാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചതാണ് 1929 ലാഹോർ കോൺഗ്രസ്. 3. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. പ്രസ്താവന തെറ്റാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ചോദ്യം 7. തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് എന്നാണ്. അതാണ് തെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. അഭിനവ് ഭാരത് സൊസൈറ്റി രൂപീകരിച്ചത് VD സവർക്കർ ആണ്. ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ലാല ഹർദയാൽ ആണ്. ഗദ്ദർ പാർട്ടി രൂപീകരിച്ച വർഷം 1914 സാൻ ഫ്രാൻസിസ്കോയിലാണ് രൂപീകരിച്ചത്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് സൂര്യസെനാണ്. മാസ്റ്റർ ദ എന്നറിയപ്പെടുന്നത് സൂര്യസെന്നിനെയാണ്. അതുപോലെ ചിറ്റഗോങ് ആയുധക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സൂര്യസെൻ. ചിറ്റഗോങ് ആയുധക്കൊള്ള നടക്കുന്നത് 1930 ഏപ്രിൽ 18 ചോദ്യം 8. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? 1. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. പ്രസ്താവന ശരിയാണ്. 2. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പാക്കിയിരുന്നത്. ആ പ്രസ്താവന തെറ്റാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ്. 3. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. പ്രസ്താവന ശരിയാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആണ് കോൺവാലിസ് പ്രഭു. ചോദ്യം 9. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം ഹീരാലാൽ സമരിയ. വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12 ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ്. എന്നറിയപ്പെടുന്നു. ഇനി വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായിട്ടുള്ള സംഘടനയാണ് MKSS അഥവാ മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. അത് 1990 അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടവരാണ് അരുണ റോയ്, ശങ്കർ സിംഗ് നിഖിൽഡെ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. നിലവിലെ കേന്ദ്ര
വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. നിലവിലെത്തത് വി ഹരിനായർ. ചോദ്യം 10. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏത്? ഉത്തരം ലിബുലേഖ്. ഓപ്ഷനിലുള്ള ബാക്കി ചുരങ്ങളൂടെ പറയാം. സിക്കിം, ടിബറ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. സിക്കിം, ടിബറ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. എന്നാൽ ജമ്മു കാശ്മീരിനെയും ശ്രീനഗറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ചോദ്യം 11. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, കഠിനശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത, താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ഇതിൽ ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. 1. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. 3. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു. എന്നാൽ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ. ചോദ്യം 12. ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏത്? ഉത്തരം വരുന്നത് 1:10 ലക്ഷം. ചോദ്യം 13. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? ഉത്തരം റാബിയാണ്. അപ്പം പ്രധാനപ്പെട്ട കാർഷിക കാലാവസ്ഥകൾ 3 എണ്ണമാണ്: ഖാരിഫ്, റാബി, സെയ്ദ്. ഖാരിഫ് വിളകൾ കൃഷി ചെയ്യുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലാണ് ഖാരിഫ് വിളകൾ കൃഷി ചെയ്യുന്നത്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള കാലങ്ങളിലാണ് റാബി വിളകൾ കൃഷി ചെയ്യുന്നത്. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലങ്ങളിലാണ് സെയ്ദ് വിളകൾ കൃഷി ചെയ്യുന്നത്. ചോദ്യം 14. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ഉത്തരം ഇടമലക്കുടിയാണ്. കേരളത്തിലെ ഗിരിവർഗ പഞ്ചായത്താണ് ഇടമലക്കുടിയാണ് ഇടുക്കി ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകാൻ വേണ്ടി കൂട്ടിച്ചേർത്ത പഞ്ചായത്താണ് ഇടമലക്കുടിയാണ് കേരളത്തിലെ ഗിരിവർഗ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത്. ചോദ്യം 15. പുറംപണിയുമായി ബന്ധമില്ലാത്തത് ഏത്? 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, സേവന മേഖല, ആഗോളവൽക്കരണം, ഭൂപരിഷ്കരണം. ഇതിൽ പുറംപണിയുമായി ബന്ധമില്ലാത്തത് ഭൂപരിഷ്കരണമാണ്. നമുക്കറിയാം 1951 ഒന്നാം ഭേദഗതി, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഭൂപരിഷ്കരണം. 1951 ഒന്നാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 9. ഷെഡ്യൂൾ 9 വിഷയമാണ് ഭൂപരിഷ്കരണം. ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് JC കുമരപ്പ കമ്മിറ്റി. ഇനി 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു. അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ്. ചോദ്യം 16. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ചോദ്യം 17. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരം വരുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. എന്നാൽ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചോദ്യം 18. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധം ഇല്ലാത്തത് ഏത്? 1. 1950 സ്ഥാപിതമായി. പ്രസ്താവന ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950 മാർച്ച് 15 നീതി ആയോഗ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന സംവിധാനമാണ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ്. നീതി ആയോഗ് നിലവിൽ വരുന്നത് 2015 ജനുവരി 1. 3. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ. അതും ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ബന്ധമില്ലാത്തത് റിസർവ് ബാങ്ക് ആണ്. ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തതാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് രൂപീകരിക്കുന്നത് 1935 ഏപ്രിൽ 1. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് രൂപീകരിക്കുന്നത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ പ്രകാരമാണ് 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് രൂപീകരിക്കുന്നത്. ഇനി 1937
റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റുന്നത്? 1937 റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് മാറ്റുന്നത്. ഇനി RBI ദേശസാൽക്കരിച്ചത് 1949 ജനുവരി 1-നാണ്. ഇനി നമുക്ക് RBI ഗവർണർമാരുടെ കാര്യവും കൂടെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ആദ്യത്തെ RBI ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. ആദ്യത്തെ RBI ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. എന്നാൽ നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. ആദ്യത്തെ RBI ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. എന്നാൽ നോട്ടിൽ ഒപ്പിട്ട ആദ്യത്തെ RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. എന്നാൽ ഇന്ത്യക്കാരനായ ആദ്യത്തെ RBI ഗവർണറാണ് CD ദേശ്മുഖ്. ഇന്ത്യക്കാരനായ ആദ്യ RBI ഗവർണറാണ് CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായിരുന്ന വ്യക്തിയാണ് ബെനഗൽ രാമറാവു. ബെനഗൽ രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായിട്ടിരുന്നത്. എന്നാൽ ഏറ്റവും കുറച്ചു കാലം RBI ഗവർണറായിരുന്ന വ്യക്തിയാണ് അമിതാഭ് ഘോഷ്. ഏറ്റവും കുറച്ചു കാലം RBI ഗവർണറായിരുന്ന വ്യക്തിയാണ് അമിതാഭ് ഘോഷ്. നിലവിലെ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ശക്തികാന്ത ദാസ് 25ാമത്തെ ഗവർണറായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 26ാമത്തെ ഗവർണർ, നിലവിലെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ചോദ്യം 19. സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം 2023-24 യൂണിയൻ ബജറ്റ്. ഇന്ത്യയുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. ചോദ്യം 20. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ പ്രസ്താവന ഏതെല്ലാം? 1. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രസ്താവന തെറ്റാണ്. പ്രസ്താവന 2. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. പ്രസ്താവന ശരിയാണ്. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ക്ലെമന്റ് ആറ്റ്ലി. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ക്ലെമന്റ് ആറ്റ്ലി തന്നെയാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് 1946 മാർച്ച് 23-നാണ്. 1946 മാർച്ച് 23-നാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്: പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. പെത്വിക് ലോറൻസ്, സ്റ്റഫോർഡ് ക്രിപ്സ്, A.V. അലക്സാണ്ടർ. ഇതിന്റെ ചെയർമാനായിരുന്നു പെത്വിക് ലോറൻസ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രസ്താവന തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തുടക്കത്തിൽ 17 വനിതാ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം അത് 15 വനിതാ അംഗങ്ങളായിട്ട് മാറി. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന 3 മലയാളി വനിതകളായിരുന്നു ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ. ആനി മസ്ക്രിൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ. നാലാമത്തെ പ്രസ്താവന, ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 1949 നവംബർ 26-ന് അംഗീകരിച്ചു. പ്രസ്താവന ശരിയാണ്. ഭരണഘടന അംഗീകരിച്ചത് 1949 നവംബർ 26-നാണ്. നവംബർ 26-ന്റെ പ്രത്യേകതകൾ: 1. ഭരണഘടനാ ദിനം, 2. നിയമദിനം, 3. ദേശീയ ക്ഷീരദിനം. അതുപോലെ കേരളത്തിൽ സ്ത്രീധന നിരോധന ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26-ആണ്. ഒന്നുകൂടെ പറയാം, നവംബർ 26-ന്റെ പ്രത്യേകതകളാണ്: 1. ഭരണഘടനാ ദിനം, 2. നിയമദിനം, അതുപോലെ ദേശീയ ക്ഷീരദിനം. ലാസ്റ്റിലെത്തത് കേരളത്തിൽ സ്ത്രീധന നിരോധന ദിനമായിട്ട് ആചരിക്കുന്നതും നവംബർ 26-ആണ്. ഇനി ഭരണഘടന അംഗീകരിച്ചതാണ് 1949 നവംബർ 26. എന്നാൽ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അടുത്ത ചോദ്യം ചോദ്യം 21. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ആ പ്രസ്താവന ശരിയാണ്. ആമുഖം ആരംഭിക്കുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാക്യത്തോടെയാണ്. എന്നാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് N.A. പൽക്കിവാലയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് N.A. പൽക്കിവാലയാണ്. N.A. പൽക്കിവാലയെ പറ്റി പറയുമ്പോൾ നമുക്ക് ആമുഖവുമായിട്ട് കണക്ട് ചെയ്തൊരു പോയിന്റ് പറയാമല്ലോ. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് N.A. പൽക്കിവാല. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. രണ്ടാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. പ്രസ്താവന ശരിയാണ്. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് 1946 ഡിസംബർ 13-നാണ്. ഇത് ആമുഖമായിട്ട് മാറി. അതിനുശേഷം ആമുഖം അംഗീകരിച്ചത് 1947 ജനുവരി 22-നാണ്. 1947 ജനുവരി 22-നാണ് ആമുഖം അംഗീകരിക്കുന്നത്. പ്രസ്താവന 3, 1976 42-ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്കുലർ എന്ന പദം ചേർത്തു. പ്രസ്താവന ശരിയാണ്. 1946 42-ാം ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തത്: സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. അതായത് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ
സ്ഥിതി സമത്വം, സെക്യുലർ മതേതരത്വം, ഇന്റഗ്രിറ്റി അഖണ്ഡത. ഈ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏത് ആക്ട് അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ ആക്ട് 2 പ്രകാരമാണ് ഈ 3 വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. 4ാമത്തെ പ്രസ്താവന, ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. പ്രസ്താവന തെറ്റാണ്. ആമുഖം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ചോദ്യം 22. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഉത്തരം വരുന്നത് ഭാഗം 2. ഭരണഘടനയുടെ ഭാഗം 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. പൗരത്വം എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഇനി പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. ചോദ്യം 23. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ്? ഉത്തരം ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32നെയാണ് BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ആർട്ടിക്കിൾ 32 എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെ പറ്റിയാണ് ആർട്ടിക്കിൾ 32 പറയുന്നത്. അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 ആണ്. മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 ആണ്. പിന്നീട് ആർട്ടിക്കിൾ 32നെ കുറിച്ച് പറയാൻ പറ്റുന്നത് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. എന്നാൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. ചോദ്യം 24. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. പ്രസ്താവന ശരിയാണ്. 2. പഞ്ചായത്തിന്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. പ്രസ്താവന ശരിയാണ്. 3. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പ്രസ്താവന തെറ്റാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും അതുപോലെ തന്നെ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല വഹിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. 1993 ഡിസംബർ 3-നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണർ ആണ്. 4ാമത്തെ പ്രസ്താവന, പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. പ്രസ്താവന ശരിയാണ്. പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം. ഇനി 73ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയാം. 73ാം ഭരണഘടനാ ഭേദഗതി വർഷം 1992 ആണ്. അത് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്തി രാജ് ദിനം. ചോദ്യം 25. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? 1. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് ഭരണഘടനാ സ്ഥാപനമാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 315. ആർട്ടിക്കിൾ 315-ലാണ് UPSC അതുപോലെ PSC എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 2. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 324. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 324. 3ാമത്തത് അറ്റോർണി ജനറൽ. അറ്റോർണി ജനറലും ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്. അതിന്റെ ആർട്ടിക്കിളാണ് 76. ആർട്ടിക്കിൾ 76-ആണ് അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത്. 4ാമത്തത് നീതി ആയോഗ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, അതൊരു അഡ്വൈസറി ബോഡിയാണ് അഥവാ ഉപദേശക സമിതിയാണ്. നീതി ആയോഗിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്. അത് ആസൂത്രണ കമ്മീഷന് പകരമായിട്ട് നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. നീതി ആയോഗിന്റെ നിലവിലെ ചെയർമാനാണ് നരേന്ദ്രമോദി. നിലവിലെ ഉപാധ്യക്ഷനാണ് സുമൻ ബെറി. നീതി ആയോഗിന്റെ നിലവിലെ CEO ആണ് BVR സുബ്രഹ്മണ്യം. ചോദ്യം 26. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേരെന്ത്? ഉത്തരം നാരി ശക്തി വന്ദൻ അധിനിയം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനു വേണ്ടി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭരണഘടനാ നിയമ ഭേദഗതിക്ക് നൽകിയിരിക്കുന്ന പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. 106ാം ഭേദഗതി അതിന്റെ പേരാണ് നാരി ശക്തി വന്ദൻ അധിനിയം. അതിന്റെ ബിൽ നമ്പറാണ് 128. നാരി ശക്തി വന്ദൻ അധിനിയത്തിന്റെ ബിൽ നമ്പറാണ് 128. ഇനി ഈ നാരി ശക്തി വന്ദൻ അധിനിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന് പറയുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ബില്ലാണ്, ഭേദഗതി ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം. അത് അവതരിപ്പിച്ചത് നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാളാണ്. അർജുൻ റാം മേഘ്വാളാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭയിൽ പുതിയ പാർലമെന്റിൽ അവതരിപ്പിച്ചത്.
ചോദ്യം 27. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ്, രാഷ്ട്രപതിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയും എന്നാൽ നിയമിക്കുന്നത് ഗവർണറുമാണ്. ചോദ്യം 28. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. ഇതിന്റെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ ഉപാധ്യക്ഷനാണ് റവന്യൂ വകുപ്പ് മന്ത്രി. കേരളത്തിലെ നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ് കെ രാജൻ. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്നതാണ്. ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ വരുന്നതാണ്. ഇനി ദുരന്ത നിവാരണ അതോറിറ്റി പോലെ പ്രധാനപ്പെട്ടതാണ് തണ്ണീർത്തട അതോറിറ്റി. തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് 2005-ലാണ്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിലെ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. ചോദ്യം 29. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരം സ്നേഹപൂർവ്വം. ഉത്തരം സ്നേഹപൂർവ്വം. മാതാപിതാക്കളിൽ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാളോ മരിച്ചുപോയ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരാണ് സ്നേഹപൂർവ്വം. എന്നാൽ സ്നേഹ സാന്ത്വനം എന്ന് പറയുന്നത് എൻഡോസൾഫാൻ ദുരന്ത ബാധിതർക്കുള്ള സഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം എന്ന് പറയുന്നത്. ചോദ്യം 30. താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ്. പ്രസ്താവന ശരിയാണ്. 2. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി. പ്രസ്താവന ശരിയാണ്. 3. കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി. പ്രസ്താവന ശരിയാണ്. മൈക്രോ ഫിനാൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് യൂനൂസ്. മൈക്രോ ഫിനാൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് യൂനൂസ്. 4ാമത്തെ പ്രസ്താവന സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. പ്രസ്താവന ശരിയാണ്. കുടുംബശ്രീ നിലവിൽ വന്നത് 1998 മെയ് 17-നാണ്. അത് മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തത് AB വാജ്പേയി ആണ്. കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 17-നാണ്. കുടുംബശ്രീയുടെ മുദ്രാവാക്യമാണ് ഒന്നായി മുന്നേറാം. ചോദ്യം 31. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏത്? ഉത്തരം ലൈസോസൈം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നിയാണ് ലൈസോസൈം. ചോദ്യം 32. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്പെക്ട്രം. ചോദ്യം 33. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ പ്രസ്ഥാനം ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കർണാടക. അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് 1983-ലാണ്. അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് കർണാടകയിലാണ്. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് പാണ്ഡുരംഗ ഹെഗ്ഡെ. ചോദ്യം 34. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുക. ഫാറ്റി ലിവർ, പ്രമേഹം, ഹീമോഫീലിയ. ഇതില് ജീവിതശൈലി രോഗങ്ങളാണ് ഫാറ്റി ലിവറും പ്രമേഹവും. എന്നാൽ ഹീമോഫീലിയ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗമല്ല, അതൊരു ജനിതക രോഗമാണ്. ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17. ഏപ്രിൽ 17 ഹീമോഫീലിയ ദിനം. എന്നാൽ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. 35. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിൽ ശരിയായിട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളാണ്. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുത്തുന്നു. അതുപോലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നു. ഇതിന് രണ്ടും കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ടതാണ്. ചോദ്യം 36. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. 1. പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. പ്രസ്താവന ശരിയാണ്. 2. പ്ലവക്ഷമ ബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്രസ്താവന ശരിയാണ്. 3. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു. പ്രസ്താവന ശരിയാണ്. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചോദ്യം 37. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. 2023 ജൂലൈ 14-ന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. പ്രസ്താവന ശരിയാണ്. 2. 2023 ഓഗസ്റ്റ് 5-ന് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. പ്രസ്താവന ശരിയാണ്. 3. 2023 ഓഗസ്റ്റ് 23-ന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനു സമീപം ലാൻഡ് ചെയ്തു. പ്രസ്താവന ശരിയാണ്. ചന്ദ്രയാൻ 3-ന്റെ ലാൻഡറിന്റെ പേരാണ് വിക്രം, റോവറിന്റെ പേരാണ് പ്രഗ്യാൻ. ഇനി ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത പോയിന്റ് അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. അതിന് പേര് നൽകിയ വ്യക്തിയാണ് നരേന്ദ്രമോദി. ഇനി
ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ചോദ്യം 38. എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു? എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിന് 3 ഷെല്ലുകളാണുള്ളത്. ഇതിന്റെ ലാസ്റ്റിലത്തെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം ഈ മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പം 2, 8, 1 എന്നിങ്ങനെയാണ് വരുന്നത്. 2, 8, 1. അപ്പൊ ഇതിന്റെ പീരീഡ് എന്ന് പറയുന്നത്, പീരീഡ് എപ്പോഴും ഷെല്ലുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. അപ്പൊ ഇതിലെ പീരീഡ് എന്ന് പറയുന്നത് 3 ഷെല്ലുകളാണുള്ളത്. പീരീഡ് 3 ആയിരിക്കും. ഇനി ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം ആയിരിക്കും എപ്പോഴും ഗ്രൂപ്പായിട്ട് പറയുന്നത്. 1, 2 ഗ്രൂപ്പുകളുടെ കാര്യം പറയുമ്പോൾ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഗ്രൂപ്പായിട്ട് വരുന്നത്. ഇവിടെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. അതുകൊണ്ട് ഇത് വരുന്നത് 1ാം ഗ്രൂപ്പിലാണ്, അതുപോലെ 3ാം പീരീഡിലാണ്. ചോദ്യം 39. വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1. വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. പ്രസ്താവന തെറ്റാണ്. വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും. 2. വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലായിരിക്കും. പ്രസ്താവന ശരിയാണ്. 3. വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്റ്റികത സ്വഭാവം ഉള്ളതിനാൽ ഊർജ്ജ നഷ്ടം സംഭവിക്കുന്നില്ല. പ്രസ്താവന ശരിയാണ്. ചോദ്യം 40. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ഉത്തരം വരുന്നത് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിലെ സങ്കലനവുമാണ്. ചോദ്യം 41. 1നും 100നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണമുണ്ട്? ഉത്തരം 14. ചോദ്യം 42. തന്നിരിക്കുന്ന ചിത്രത്തിൽ ABCD എന്നീ വരകൾ സമാന്തരങ്ങളാണ്. എന്നാൽ എക്സിന്റെ കോണളവ് എത്രയെന്ന് കണ്ടുപിടിക്കാനാണ്. ഉത്തരം 80 ഡിഗ്രി. ചോദ്യം 43. പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏതല്ല? ഓപ്ഷൻ എ 3, 4, 5, ഓപ്ഷൻ ബി 6, 8, 10, ഓപ്ഷൻ സി 1, 2, 5, ഓപ്ഷൻ ഡി 12, 16, 20. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ചെറിയ 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുക എന്ന് പറയുന്നത് വലിയ വശത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കണം. ഇതിൽ 1, 2, 5 എന്നിവ എടുത്താൽ ചെറിയ 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുക എടുക്കുമ്പോൾ വലിയ വശത്തിന്റെ വർഗത്തിന് തുല്യമായി വരത്തില്ല. അതുകൊണ്ട് ഇതിൽ പൈതഗോറിയൻ ത്രയങ്ങളിൽ ഉൾപ്പെടാത്തത് 1, 2, 5 എന്ന ജോഡിയാണ്. ചോദ്യം 44. തന്നിരിക്കുന്ന ചിത്രത്തില് ABCD എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? ABCD എന്ന സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 2√2 സെന്റിമീറ്റർ. 2√2 സെന്റിമീറ്റർ. ചോദ്യം 45 ക്വസ്റ്റ്യൻ ബോർഡിലുണ്ട്. 10⁵ × 10⁶ ഡിവൈഡഡ് ബൈ 10⁻7 × 10⁸ സമം. ഉത്തരം വരുന്നത് 1/1000. ചോദ്യം 46 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം 47 999ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ എത്ര? ഉത്തരം വരുന്നത് 9,98,000. ചോദ്യം 48 2/1000 മൈനസ് 2/999 സമം. ഉത്തരം വരുന്നത് 2/999. ചോദ്യം 49 3/4 6/5 9/8 8/7 ഈ ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുക. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ്. ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് 3/4 9/8 8/7 6/5. ചോദ്യം 50 1/n പ്ലസ് 2/n പ്ലസ് 3/n പ്ലസ് 4/n പ്ലസ് എക്സെട്ര പ്ലസ് n/n ഈസ് ഈക്വൽ ടു എത്രയാണ്? ഉത്തരം വരുന്നത് n+1/2. ഉത്തരം വരുന്നത് n+1/2. ചോദ്യം 51 ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കേണ്ട കുട്ടിയുടെ പ്രായം എത്രയാണ്? ഉത്തരം 7 വർഷത്തിൽ താഴെ. ഇതിനെപ്പറ്റി പറയുന്ന BNSലെ സെക്ഷനാണ് സെക്ഷൻ 20. അതായത് 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയുടെ കൃത്യത്തെക്കുറിച്ചാണ് സെക്ഷൻ 20ൽ പറയുന്നത്. 7 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടി ചെയ്യുന്ന യാതൊന്നും കുറ്റകരമാകുന്നില്ല. ചോദ്യം 52 സ്വമേധയാ ഉള്ള ലഹരി അതുമായി ബന്ധപ്പെട്ടത് ഏത്? ഉത്തരം വരുന്നത് ഒരു കുറ്റം നിയോഗിക്കുന്നതിന് ഒഴികഴിവില്ല. ഇതുമായി ബന്ധപ്പെട്ട BNSലെ സെക്ഷനാണ് സെക്ഷൻ 23. അതായത് തന്റെ ഇച്ഛയ്ക്കെതിരായി ലഹരി പിടിക്കപ്പെട്ടത് കാരണമായി നിർണയശക്തി ഉപയോഗിക്കുവാൻ കഴിവില്ലാത്ത ഒരാളുടെ കുറ്റം. അതായത് ഒരു കുറ്റം ചെയ്യുന്ന സമയത്ത് ലഹരി കാരണമായി ആ കുറ്റകൃത്യത്തിന്റെ സ്വഭാവമോ തന്റെ തെറ്റായതോ അല്ലെങ്കിൽ നിയമത്തിന് വിപരീതമായതോ ആണ് ചെയ്യുന്നതെന്നുള്ള അറിയുവാൻ കഴിയാത്ത ഒരാൾ ചെയ്യുന്ന യാതൊന്നും കുറ്റകരമാകുന്നില്ല. എന്നാൽ അതിന് അയാളെ ലഹരി പിടിപ്പിച്ച സാധനം അയാൾക്ക് തന്റെ അറിവ് കൂടാതെയോ ഇച്ഛയ്ക്കെതിരായതോ കൊടുത്തിരിക്കുന്നതായിരിക്കണം.
ചോദ്യം 53. BNS സെക്ഷൻ 35 പ്രകാരം സ്വത്തിന്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം ഇനി പറയുന്ന കുറ്റങ്ങളിലേക്കും വ്യാപിക്കുന്നു. അത് ഏതൊക്കെയെന്ന്? ഉത്തരം വരുന്നത് മോഷണവും കവർച്ചയും. ചോദ്യം 54. 16 വയസ്സിന് താഴെയുള്ള അവിവാഹിതയായ പെൺകുട്ടിയെ പിതാവിന്റെ സമ്മതമില്ലാതെയാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിക്ക് 16 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് വിശ്വസിച്ചാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. ഇനി പറയുന്നതിൽ ഏതാണ് ശരിയായ പ്രസ്താവന? 1. ഈ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരം പ്രതിരോധം നേടാനാവില്ല. കുറ്റാരോപിതന് വസ്തുതാപരമായ തെറ്റിനെ നന്നായി പ്രതിരോധിക്കാൻ കഴിയും. ഇത് വസ്തുതാപരമായ തെറ്റല്ലാത്തതിനാൽ പ്രതിക്ക് ഈ പ്രതിരോധം ഏറ്റെടുക്കാൻ കഴിയില്ല. മുകളിൽ പറഞ്ഞവയൊന്നുമല്ല. ഇതിൽ ശരിയുത്തരം വരുന്നത് ഈ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരം പ്രതിരോധം നേടാനാവില്ല. ചോദ്യം 55. ഏത് കേസുകളിലാണ് വാറന്റ് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുന്നത്? ഉത്തരം വരുന്നത് 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ. ചോദ്യം 56. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 2X പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ ഡാഷ് വർഷങ്ങളിൽ കൂടുതലുള്ള തടവോ ആയ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാണ് വാറന്റ് കേസ്. ഉത്തരം വരുന്നത് 2 വർഷം. ഇതുമായി ബന്ധപ്പെട്ട BNSSലെ സെക്ഷനാണ് 2(Z). അതായത് വാറന്റ് കേസ് എന്നാൽ മരണശിക്ഷയോ ജീവപര്യന്ത തടവോ 2 വർഷത്തിൽ കവിയുന്ന കാലത്തെ തടവ് ശിക്ഷയോ നൽകി ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റം സംബന്ധിക്കുന്ന ഒരു കേസ് എന്നർത്ഥമാക്കുന്നു. 57ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ചോദ്യം 58. തെളിവ് നിയമത്തിലെ വകുപ്പ് 32 ക്ലോസ് 4 പ്രകാരം പ്രഖ്യാപനത്തിൽ എന്താണ് ഉൾപ്പെടുത്തുന്നത്? ഉത്തരം പൊതു അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമാണ്. ചോദ്യം 59. തെളിവ് നിയമത്തിലെ സെക്ഷൻ 45 പ്രകാരം ഒരു വിദഗ്ധന്റെ അഭിപ്രായം. ഉത്തരം വരുന്നത് പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായ സ്വഭാവമാണ്. ചോദ്യം 60. 2011 കേരള പോലീസ് ആക്ട് പ്രകാരം പബ്ലിക് ഓർഡറിന്റെയോ അപകടത്തിന്റെയോ ഗുരുതരമായ ലംഘനത്തിന് കാരണമായതിന് പിഴ ചുമത്താനുള്ള സാഹചര്യം ഏത്? ഉത്തരം വരുന്നത് ലഹരിക്കടിമപ്പെട്ട് പൊതുസ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാക്കിയാൽ. പ്രസ്താവന ശരിയാണ്. 2. പോലീസിന്റെയോ അഗ്നിശമന സേനയെയോ മറ്റു അവശ്യ സേവനത്തെയോ തെറ്റിദ്ധരിപ്പിക്കാൻ ബോധപൂർവം തെറ്റായ പ്രചരണങ്ങൾ നടത്തിയാൽ. പ്രസ്താവന ശരിയാണ്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ നൽകുകയോ വിൽക്കുകയോ ചെയ്താൽ. ഈ 3 പ്രസ്താവനകളും ഈ ലംഘനവുമായി ബന്ധപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 118. 118 പറയുന്നത് ഗുരുതരമായ ക്രമസമാധാന ലംഘനമോ അപായമോ ഉണ്ടാക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ചാണ്. ചോദ്യം 61. കമ്മ്യൂണിറ്റി പോലീസിംഗ് ഏത് പ്രസ്താവനയാണ് തെറ്റെന്ന് കണ്ടെത്തുക? 1. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ന്യായമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം. പ്രസ്താവന ശരിയാണ്. 2. ഒരു ക്രിമിനൽ കോടതി തടവിന് ശിക്ഷിക്കപ്പെട്ടവരെയോ സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയോ ഇതിൽ ഉൾപ്പെടുത്തരുത്. പ്രസ്താവന ശരിയാണ്. 3. കമ്മിറ്റിക്ക് പോലീസിന്റെ എല്ലാ അധികാരവും ഉണ്ടായിരിക്കും. ആ പ്രസ്താവന തെറ്റാണ്. 4. സമിതി യോഗങ്ങളിൽ പൊതുജനങ്ങൾക്കും പങ്കെടുക്കാം. ആ പ്രസ്താവന ശരിയാണ്. കമ്മ്യൂണിറ്റി പോലീസിംഗിനെ കുറിച്ച് പറയുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 64. ചോദ്യം 62. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? 1. ഏത് സാഹചര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുക. പ്രസ്താവന ശരിയാണ്. നിയമപരമായ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിനായി ആവശ്യമില്ലാതെ ബലപ്രയോഗമോ ഭീഷണിയോ പാടില്ല. ശരിയാണ്. കുറ്റകൃത്യങ്ങളുടെ ഇരകളോട് പ്രത്യേക അനുഭാവം പ്രകടിപ്പിക്കുകയും സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് അർഹമായ പരിഗണന നൽകുകയും വേണം. പ്രസ്താവന ശരിയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്ന കേരള പോലീസ് ആക്ടിലെ സെക്ഷനാണ് സെക്ഷൻ 29. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. ചോദ്യം 63. പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്? ഉത്തരം 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും. പോക്സോയുടെ ഫുൾ ഫോമാണ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14 ചോദ്യം 64 ക്യാൻസൽഡ് ആണ്. ചോദ്യം 65. കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ്? ഉത്തരം 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷയാണ് 3 വർഷം തടവ് അല്ലെങ്കിൽ 5 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും. ചോദ്യം 66. മുൻകൂർ അനുമതിയില്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. ഉത്തരം വകുപ്പ് 66. ചോദ്യം 67. 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? 1. ലോഗ് ബുക്കുകൾ, 2. സർക്കുലറുകൾ,
3 പ്രോസസ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക. 4 ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ മെറ്റീരിയൽസ്. ഇതിൽ വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്തതാണ് പ്രോസസ് സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക എന്നത്. ചോദ്യം 68. വിവരാവകാശ നിയമത്തിന്റെ 2005 സെക്ഷൻ 8 പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം പ്രസ്താവന ശരിയാണ്. ചോദ്യം 69. 1985 നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിന്റെ സെക്ഷൻ 25 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം വരുന്നത് ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിച്ചതിനുള്ള ശിക്ഷ. അതിനെക്കുറിച്ചാണ് സെക്ഷൻ 25 പറയുന്നത്. 1985 നാർക്കോട്ടിക്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിന്റെ സെക്ഷൻ 25 പറയുന്നത് ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിച്ചാലുള്ള ശിക്ഷയെക്കുറിച്ചാണ്. ചോദ്യം 70. 1985 നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിന്റെ ഏതു വകുപ്പാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെക്കുറിച്ച് പറയുന്നത്? ഉത്തരം 1985 നാർക്കോട്ടിക്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ സെക്ഷൻ 31. ചോദ്യം 71. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്ര വർഷമാണ്? പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എന്ന് പറയുന്നത് 15 വർഷമാണ്. 15 വർഷം. ചോദ്യം 72. ഒരു ഗുഡ്സ് വാഹനത്തിന്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെ ഭാരവും 12 ടണ്ണിൽ കൂടുന്നതായാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്? ഉത്തരം വരുന്നത് കാറ്റഗറി N3. ചോദ്യം 73. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്നത് മോട്ടോർ വാഹന നിയമം 1988 ഏത് സെക്ഷൻ പ്രകാരമാണ്? ഉത്തരം സെക്ഷൻ 15 പ്രകാരം. ചോദ്യം 74. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്യുന്നത്? ഉത്തരം റൂൾ 21 പ്രകാരം. ചോദ്യം 75. ഒരു പ്രദേശത്തെ ലൈസൻസിംഗ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് ആരെയാണ്? ഒരു പ്രദേശത്തെ ലൈസൻസിംഗ് അതോറിറ്റിയായി നിയമിച്ചിരിക്കുന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറെയാണ്. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ. ചോദ്യം 76. താഴെ പറയുന്നതിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് ഏത്? 1 മാക്സി ക്യാബ്, 2 കോൺട്രാക്ട് കാരിയേജ്, 3 ഗുഡ്സ് കാരിയേജ്, 4 മോട്ടോർ ക്യാബ്. ഇതിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് ഗുഡ്സ് കാരിയേജ് ആണ്. ചോദ്യം 77. താഴെ പറയുന്ന ഏത് വാഹനത്തിനാണ് പെർമിറ്റിന്റെ ആവശ്യകത ഇല്ലാത്തത്? സ്റ്റേജ് കാരിയേജ്, ആംബുലൻസ്, കോൺട്രാക്ട് കാരിയേജ്, പ്രൈവറ്റ് സർവീസ് വെഹിക്കിൾ. ഇതിൽ പെർമിറ്റിന്റെ ആവശ്യകത ഇല്ലാത്ത വാഹനമാണ് ആംബുലൻസ്. ചോദ്യം 78. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഒരു മോട്ടോർ വാഹനം കാരിയേജ് വേയിലൂടെ ആയിരിക്കണം ഓടിക്കേണ്ടത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2 പുറകോട്ടെടുക്കുന്ന വാഹനങ്ങളിൽ നിന്ന് ഡ്രൈവർ സുരക്ഷിതമായ അകലം പാലിക്കേണ്ടതാണ്. പ്രസ്താവന ശരിയാണ്. 3ാമത്തെ പ്രസ്താവന മോട്ടോർ സൈക്കിളോ 3 വീലറോ ഓടിക്കുമ്പോഴോ റൈഡ് ചെയ്യുമ്പോഴോ ഡ്രൈവറോ റൈഡറോ മറ്റൊരു വാഹനത്തെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യാവുന്നതാണ്. ആ പ്രസ്താവന തെറ്റാണ്. വാഹനത്തിൽ ഉച്ചത്തിലുള്ള മ്യൂസിക് സിസ്റ്റം പ്രവർത്തിക്കുന്നില്ല എന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ്. ആ പ്രസ്താവന ശരിയാണ്. ചോദ്യം 79. ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. 1 മറ്റു വാഹനങ്ങളെ മറികടക്കുക, യു ടേൺ എടുക്കുക, പുറകോട്ട് ഓടിക്കുക. ഇവയെല്ലാം ഒരു ഡ്രൈവർ തുരങ്കത്തിൽ വെച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ചോദ്യം 80. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? 1 വാഹനങ്ങൾ കെട്ടിവലിക്കുമ്പോൾ പരമാവധി വേഗം 25 കിലോമീറ്ററിൽ കൂടാൻ പാടില്ല. പ്രസ്താവന ശരിയാണ്. 2 ഒരു ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കാവുന്നതാണ്. ആ പ്രസ്താവന തെറ്റാണ്. 3 കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള ദൂരം 5 മീറ്ററിൽ കൂടാൻ പാടില്ല. പ്രസ്താവന ശരിയാണ്. 4 കെട്ടിവലിക്കാൻ ഉപയോഗിക്കുന്ന കയറോ ചെയിനോ മറ്റു റോഡ് ഉപയോഗിക്കുന്നവർക്ക് സ്പഷ്ടമായി കാണാൻ സാധിക്കുന്നതായിരിക്കണം. പ്രസ്താവന ശരിയാണ്. ചോദ്യം 81. ഡ്രൈവിംഗ് പഠനത്തിന്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരമാണ്? ഡ്രൈവിംഗ് പഠനത്തിന്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരമാണ്? ഉത്തരം റൂൾ 31 പ്രകാരം. ചോദ്യം 82. നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? ഉത്തരം പരിക്ക് പറ്റിയ ആൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും വേണം. ചോദ്യം 83. താഴെ പറയുന്നവയിൽ എമർജൻസി വാഹനം അല്ലാത്തത് ഏത്? 1 അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ. അത് എമർജൻസി വാഹനത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. എന്നാൽ ആംബുലൻസ്, ഫയർ എഞ്ചിൻ ഇവയെല്ലാം എമർജൻസി വാഹനത്തിന്റെ പരിധിയിൽ വരുന്നത് ആണ്. ചോദ്യം 86. താഴെ പറയുന്നവയിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധികൾ ഏതാണ്? 1 റിയർ വ്യൂ മിറർ,
2 ഹെഡ്ലൈറ്റ് സ്വിച്ച്, 3 വിൻസ്ക്രീൻ വൈപ്പർ സ്വിച്ച്. ഉത്തരം ഇവയെല്ലാം വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണോപാധികളാണ്. ഒന്നുകൂടെ പറയാം: റിയർ വ്യൂ മിറർ, ഹെഡ്ലൈറ്റ് സ്വിച്ച്, വിൻസ്ക്രീൻ വൈപ്പർ സ്വിച്ച്. ചോദ്യം 85. ഒരു ഡ്രൈവർ റോഡിലെ ആപ്തകരങ്ങളായ ഹസാർഡുകളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകാരിയാണെന്ന് ദീർഘവീക്ഷണം ചെയ്തു. അപകടം ഒഴിവാക്കുന്നതിന് താൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അതനുസരിച്ച് വാഹനം നിയന്ത്രിക്കുന്ന രീതിക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം IPDE. IPDE. ചോദ്യം 86. കേരളത്തിലെ 4 വരി ദേശീയ പാതകളിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്ര? കേരളത്തിലെ 4 വരി ദേശീയ പാതകളിൽ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത എത്ര? ഉത്തരം 100 km/h. ചോദ്യം 87. ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആര്? ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആര്? ഉത്തരം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ചോദ്യം 88. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഹെൽമറ്റ് അഥവാ പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ. പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ധരിക്കാതെ ഒരു ഇരുചക്ര വാഹനം ഓടിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഉത്തരം വരുന്നത്. പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കേണ്ടതുമായ കുറ്റമാണ്. അതായത് ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് പിഴ ഒടുക്കേണ്ടതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കേണ്ടതുമായ കുറ്റമാണ്. ചോദ്യം 89. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 185 പ്രകാരം രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതായ കുറ്റം ചുമത്തപ്പെടാൻ വേണ്ടുന്ന കുറഞ്ഞ അളവ് എത്ര? ഉത്തരം 100 മില്ലി രക്തത്തിൽ ആൽക്കഹോൾ അംശം 30 മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ. 100 മില്ലി രക്തത്തിൽ ആൽക്കഹോൾ അംശം 30 മില്ലിഗ്രാമിന് മുകളിൽ വരുമ്പോൾ. ചോദ്യം 90. താഴെയുള്ള പ്രസ്താവനകളിൽ ശരി ഏത്? മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഉപയോഗിക്കാവുന്ന സാഹചര്യം ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം? മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഉപയോഗിക്കാവുന്ന സാഹചര്യം ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതെല്ലാം? ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് അടിയന്തരമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന്, അതുപോലെ അടിയന്തര ഘട്ടത്തിൽ മരുന്നുകൾ എത്തിക്കുന്നതിന്. ചോദ്യം 91. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 134A പ്രതിപാദിക്കുന്ന ഗുഡ് സമരിറ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഉത്തരം അപകടത്തിൽ പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കുന്ന ആൾ. അപകട സ്ഥലത്ത് നിന്ന് വാഹനം നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ആൾ. അപകടം സംഭവിച്ച ഉടൻ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്ന ആൾ. ഇവരെല്ലാം ഗുഡ് സമരിറ്റൻ ഇവരെയാണ് ഗുഡ് സമരിറ്റൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യം 92 ക്യാൻസൽഡ് ആണ്. ചോദ്യം 93. മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 207 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കുവാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ആര്? ഉത്തരം പോലീസ് സബ് ഇൻസ്പെക്ടർ. ചോദ്യം 94. ഒരു മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം 1 പിൻചക്രം ഭാഗികമായി മറയ്ക്കുന്ന സുരക്ഷാ സംവിധാനം അഥവാ സാരി ഗാർഡ്. 2 പിൻസീറ്റ് യാത്രക്കാരനെ പിടിച്ചിരിക്കുവാൻ വേണ്ട പിടി, അതായത് ഹാൻഡ് ഹോൾഡ്. അടുത്തത് പിൻസീറ്റ് യാത്രക്കാരന് ഉപയോഗിക്കാവുന്ന ഫുഡ് റെസ്റ്റുകൾ. ഇത് മൂന്നുമാണ് ഒരു മോട്ടോർ സൈക്കിളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ. ചോദ്യം 95. റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച് ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഉപകരണങ്ങൾ ഏതെല്ലാം? ഉത്തരം 1 ടൂൾ കിറ്റ്, 2 ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഇത് രണ്ടുമാണ് ഒരു റൺ ഫ്ലാറ്റ് ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ച ഒരു മോട്ടോർ കാറിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത്. ചോദ്യം 96. താഴെ പറയുന്നവയിൽ ഏതുതരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല? ഉത്തരം ഫയർ ടെൻഡർ, ആംബുലൻസുകൾ, പോലീസ് വാഹനങ്ങൾ, അതുപോലെ 80 km/h വേഗതയിൽ താഴെ മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ചരക്ക് വാഹനങ്ങൾ. ചോദ്യം 97. ഹസാർഡ്സ് ചരക്കുകൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത് എവിടെയെല്ലാം? ഹസാർഡ്സ് ചരക്കുകൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത് അതിന്റെ പിൻഭാഗത്തും ഇരുവശങ്ങളിലുമായാണ്. ചോദ്യം 98. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിന്റിന്റെ നിറം. സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിന്റിന്റെ നിറങ്ങളാണ് 1 ഒലീവ് ഗ്രീൻ, അതുപോലെ നേവി ബ്ലൂ. ഒലീവ് ഗ്രീൻ, അതുപോലെ നേവി ബ്ലൂ. ചോദ്യം 99. സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട വാഹനം. ചോദ്യം 99. സ്പാർക്ക് അറസ്റ്റർ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട വാഹനം ഏത്? ഉത്തരം പെട്രോളിയം ടാങ്കർ ട്രക്ക്. ചോദ്യം 100.
ഫാസ്ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം ഏത്? ഫാസ്ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം ഏത്? ഉത്തരം മോട്ടോർ ക്യാബ്. മോട്ടോർ ക്യാബ്. നമ്മളിനി അടുത്ത് നോക്കുന്നത് ഡ്രൈവറിന്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 11/2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൽ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് GK പോർഷൻ ആണ്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്ന ഏരിയയുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കി പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. താഴെ തന്ന പ്രസ്താവനകൾ ശരിയായതെന്നാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ശരിയാണ്. കുളച്ചൽ യുദ്ധത്തിലെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ആദ്യമായിട്ട് ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുത്തുന്ന രാജാവായിരുന്നു ആര്യ മാർത്താണ്ഡവർമ്മ. കുളച്ചൽ യുദ്ധം എന്നാണ് 1741 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ എവിടെയാണ്? ഇപ്പോൾ തമിഴ്നാട്ടാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയർ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് നാളായത് വന്നിട്ട്, എന്നാലും കുളച്ചൽ യുദ്ധ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പാങ്ങോടാണ്. കുളച്ചൽ യുദ്ധ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പാങ്ങോടാണ്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം. ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആരാണ്? ആറ്റിങ്ങൽ റാണിയും ആറ്റിങ്ങൽ നിവാസികളും അതുപോലെ ബ്രിട്ടീഷുകാരും തമ്മിൽ നടത്തിയതാണ് ആറ്റിങ്ങൽ കലാപം. ഇതിനാണ് ഗിഫോർഡിനെ വധിക്കുന്നത്. ഒക്കെ ആറ്റിങ്ങൽ കലാപമായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. ഇനി 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് ഏതൊഴികെ വയനാട് ഒഴികെയുള്ള മലബാറിന്റെ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. വയനാട് ഒഴികെയുള്ള മലബാറിന്റെ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ്. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ സമാധാന ഉടമ്പടിയായിരുന്നു ഏത്? ശ്രീരംഗപട്ടണം സന്ധി. മൈസൂർ യുദ്ധങ്ങൾ ആകെ എത്രയാണ് ഉണ്ടായിരുന്നു? 4 മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തേത് 1767 മുതൽ 69 വരെ. 1767 മുതൽ 69 വരെയാണ് ഒന്നാം മൈസൂർ യുദ്ധം. അത് അവസാനിക്കുന്നത് ഏത് ഉടമ്പടി പ്രകാരമാണ്? മദ്രാസ് ഉടമ്പടി പ്രകാരമാണ് അവസാനിക്കുന്നത്. രണ്ടാം മൈസൂർ യുദ്ധം 1780-84. 1780-84 രണ്ടാം മൈസൂർ യുദ്ധം. ഇതിലാണ് ആര് കൊല്ലപ്പെടുന്നത്? ഹൈദർ അലി കൊല്ലപ്പെടുന്നത്. ഹൈദർ അലി കൊല്ലപ്പെടുന്നത് രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ സമയത്താണ്. അത് അവസാനിക്കുന്ന 1784 1784 മംഗലാപുരം സന്ധി പ്രകാരമാണ് രണ്ടാം മൈസൂർ യുദ്ധം അവസാനിക്കുന്നത്. മൂന്നാം മൈസൂർ യുദ്ധം എന്ന് പറഞ്ഞാൽ 1790 1792 മൂന്നാം മൈസൂർ യുദ്ധം. അത് 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരമാണ് അവസാനിക്കുന്നത്. അതിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. മംഗലാപുരം സന്ധിയിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുമാണ്. അതുപോലെ ശ്രീരംഗപട്ടണം സന്ധിയിലും ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുമാണ്. ഇനി നാലാം മൈസൂർ യുദ്ധം 1799 നാലാം മൈസൂർ യുദ്ധം 1799 ഈ നാലാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണ്? കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. 1792 ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാറിലെ പ്രദേശങ്ങൾ, വയനാട് ഒഴികെയുള്ള മലബാറിലെ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശരിയായത് തിരഞ്ഞെടുക്കുക. അതിൽ വർഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്നാണ്? 1924 വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം. 1924 ഡേറ്റും കൂടെ പറയാമോ? 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ്. 603 ദിവസം നീണ്ടു നിന്നു. 1924 മാർച്ച് 30 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയായിരുന്നു. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. വഴി നടക്കാനുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വഴി നടക്കാനുള്ള, വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരത്തുകൂടി വഴി നടക്കാനുള്ള അവകാശം ലഭിക്കുന്നതിനായിട്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ സത്യാഗ്രഹികളെയൊക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ്? കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. കുഞ്ഞപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കറാണ് ആദ്യത്തെ 3 സത്യാഗ്രഹികൾ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയെ പറഞ്ഞിട്ടുണ്ട് ചിറ്റയിടത്ത് ശങ്കുപിള്ള. ഇനി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗുരുവിന്റെ ശിഷ്യരാരൊക്കെയാണ്? സ്വാമി സത്യവർത്തനും കൂട്ടുകോയിക്കൽ വേലായുധനും. കൂട്ടുകോയിക്കൽ വേലായുധനും സ്വാമി സത്യവർദ്ധനുമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആരെന്ന് പറയുന്നത്? ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യരെന്ന് പറയുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ഗാന്ധിജി നിരീക്ഷകനായിട്ട് അയച്ചത് ആരെയാണ്? വിനോബ ഭാവെയാണ് നിരീക്ഷകനായിട്ട് വന്നത്. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷകനായിട്ട് കേരളത്തിലെത്തിയത് വിനോബ ഭാവെയാണ്. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കേരളം സന്ദർശിക്കുന്നത് 1925
ഇനി അടുത്ത ഉള്ളത് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം 1931 ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1 മുതൽ 1932 ഒക്ടോബർ 2 വരെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം. അതെന്താണ്? ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു ആരെന്ന് പറയുന്നത് AKG, വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരെന്നാണ്? മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ, പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഇനി ഇതോടനുബന്ധിച്ചാണ് എന്ത് വരുന്നത്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉള്ളൂരാണ്. ഇനി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ആരാണ്? ചിത്തിര തിരുനാളാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത് ചിത്തിര തിരുനാളാണ്. ഇതിനെ ഉപദേശിച്ചത് ആരാണ്? CP രാമസ്വാമി അയ്യറാണ്. ഉപദേശകനായിട്ടുണ്ടായിരുന്നത് CP രാമസ്വാമി അയ്യരാണ്. ഇനി അടുത്ത് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനമാണ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ സമ്മേളനം 1916 മുതൽ 1920 വരെയാണ്. 1916, 17, 18, 19, 20 അത് മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എഴുതിയിട്ട് അതിന്റെ അധ്യക്ഷന്മാരുൾപ്പെടെ പറഞ്ഞിട്ടുണ്ടെന്നല്ല ഓടിച്ച് പറഞ്ഞു പോകാം. 1916 എവിടെയാണ് നടക്കുന്നത്? പാലക്കാടാണ് നടക്കുന്നത്. ആനി ബെസന്റ് ആയിരുന്നു അതിന്റെ അധ്യക്ഷ. ആദ്യത്തെ മലബാർ ജില്ലാ സമ്മേളനം 1916 പാലക്കാട് നടക്കുന്നു, ആനി ബെസന്റ്. 1917 കോഴിക്കോട് നടക്കുന്നു, CP രാമസ്വാമി അയ്യർ. 1917 കോഴിക്കോട് CP രാമസ്വാമി അയ്യർ. 1918 തലശ്ശേരി ആസാദ് അലി ഖാൻ. 1918 തലശ്ശേരി ആസാദ് അലി ഖാൻ ആയിരുന്നു അതിന്റെ അധ്യക്ഷ എന്ന് പറയുന്നത്. ഇനി അടുത്ത 1919 കോഴിക്കോട് KP രാമൻ മേനോൻ. 1919 കോഴിക്കോട് KP രാമൻ മേനോൻ. 1920 മഞ്ചേരി കസ്തൂരിരംഗ അയ്യങ്കാർ. 1920 മഞ്ചേരിയിലാണ് നടന്നത്. കസ്തൂരിരംഗ അയ്യങ്കാറാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് നവോത്ഥാനം അല്ലെങ്കിൽ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ ജില്ലാ കോൺഗ്രസ്. അപ്പോൾ അതിനെ മാച്ച് ചെയ്യാനുള്ളതായിരുന്നു, അതിൽ ശരിയായിട്ടുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് കറക്റ്റ് ഓർഡറിലാണ് പറഞ്ഞത്. ശരിയായ ജോഡി കണ്ടെത്തുക. ആര്യസമാജം ആരുടെയാണ്? ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് രാജാറാം മോഹൻ റോയ് എന്നാണ്. ആര്യസമാജം ആരുടെയാണ്? ദയാനന്ദ സരസ്വതി. 1875 ആര്യസമാജം. അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബോംബെയാണ്. PSC 1 മാർക്ക്. ബോംബെയാണ് ആര്യസമാജത്തിന്റെ ആസ്ഥാനം. ആരാണ്? പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ആര്യസമാജം. സ്വാമി ദയാനന്ദ സരസ്വതി. 1875. ഇനി അടുത്ത് കൊടുത്തിട്ടുള്ളത് സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടി 1923 മോട്ടിലാൽ നെഹ്റു. CR ദാസ് മോട്ടിലാൽ നെഹ്റു ആണ് സ്വരാജ് പാർട്ടി. CR ദാസ് മോട്ടിലാൽ നെഹ്റു. 1923 എന്തിനെ തുടർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ തുടർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1920 1922 ഫെബ്രുവരി 5 നടന്ന സംഭവമാണ് ചൗരി ചൗര സംഭവം. ഈ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഈ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ തുടർന്നാണ് ഏത് രൂപീകരിക്കുന്നത്? സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് 1923 മോട്ടിലാൽ നെഹ്റു, CR ദാസ്. ഇനി സ്വതന്ത്ര പാർട്ടി ആരാണ്? C രാജഗോപാലാചാരി. സ്വതന്ത്ര പാർട്ടി C രാജഗോപാലാചാരിയാണ്. രാജഗോപാലാചാര്യാണ് എന്തെന്നറിയപ്പെടുന്നത്? ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് രാജഗോപാലാചാര്യാണ്. രാജഗോപാലാചാര്യാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? ആദ്യമായിട്ട് ഭാരതരത്ന സ്വീകരിക്കുന്നത് രാജഗോപാലാചാര്യാണ്. ആദ്യമായിട്ട് ഭാരതരത്ന സ്വീകരിക്കുന്നത് ആരാണ്? രാജഗോപാലാചാര്യ. 1954 ആദ്യമായിട്ട് ഭാരതരത്നം കൊടുക്കുന്നത്. 3 പേർക്കാണ് കൊടുക്കുന്നത്. ആദ്യം അതിൽ സ്വീകരിക്കുന്നത് രാജഗോപാലാചാര്യാണ്. രാജഗോപാലാചാരി, CV രാമൻ, പിന്നെ ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. അങ്ങനെ 3 പേർക്കാണ് ആദ്യത്തെ ഭാരതരത്ന ലഭിക്കുന്നത്. ആദ്യമായിട്ട് സ്വീകരിക്കുന്നത് രാജഗോപാലാചാര്യാണ്. അതുപോലെ വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് രാജഗോപാലാചാര്യാണ്. ഇനി അടുത്തത് ഉള്ളത് രാമകൃഷ്ണ മിഷനാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? ബേലൂരാണ് രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം സ്ഥാപിക്കുന്നത് സ്വാമി വിവേകാനന്ദനാണ്. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഏതാണ്? അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത് 1776 1776 ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. ഈ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിക്കുന്നത് 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. അതാണ് എന്താണ്? അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്
1783 പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടിയിലൂടെയാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിക്കുന്നത്, ഇംഗ്ലണ്ട് അംഗീകരിക്കുന്നത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത് 1776 ജൂലൈ 4-നാണ്. 1776 ജൂലൈ 4-നാണ്. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. 1775 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. 1775 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. 1776 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇതിലാണ് എന്ത്, ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട 1776. ഇനി ഈ 1776 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണ് അമേരിക്കയിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ അത് അംഗീകരിക്കുന്ന 1783 പാരീസ് ഉടമ്പടി പ്രകാരം. അത് അംഗീകരിക്കുന്ന 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. ഇനി ഇതിൽ ഓപ്ഷനിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുണ്ട്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നതാണ് 1789 ജൂലൈ 14. 1789 ജൂലൈ 14 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. അത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്ത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ്? ഇന്ത്യയിൽ നടക്കുന്നത് എത്രാമത്തെ G20 ആണ്? 18ാമത്തെ G20 ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. അതിന് മുമ്പ്, തൊട്ട് മുമ്പത്തെ 17ാമത്തെ G20 സമ്മേളനം നടന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ഒരു ഏഷ്യൻ രാജ്യമാണ്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ്? അതിൽ ഏഷ്യൻ രാജ്യത്ത് നിന്നാണ്. 18ാമത്തെ G20 സമ്മേളനമാണ് ഇന്ത്യയിൽ നടന്നത്. 2023 18ാമത്തെ G20 സമ്മേളനം ഇന്ത്യയിൽ നടന്നത്. അതിനു മുമ്പ് 2022 17ാമത്തെ G20 സമ്മേളനം നടന്നത് ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ രാജ്യമാണ്. അപ്പം ഏഷ്യൻ രാജ്യത്തിൽ നിന്നാണ് എന്താണ് G20യുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്? ഇന്ത്യ ഏറ്റെടുക്കുന്നത്. ഇനി ഇന്ത്യ G20യുടെ നേതൃത്വം കൈമാറുന്നത് എവിടേക്കാണ്? ഇന്ത്യ അടുത്ത് 19ാമത്തെ G20 സമ്മേളനം നടന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. 19ാമത്തെ G20 സമ്മേളനം 2024 G20 നടന്നത് ബ്രസീലിലാണ്. അത് ഏത് കോണ്ടിനെന്റിലാണ്? ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ, സൗത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലുള്ളതാണ് ബ്രസീൽ എന്ന് പറയുന്നത്. 2024 G20 സമ്മേളനം ഇന്ത്യ G20യുടെ അധ്യക്ഷ പദവി കൈമാറുന്നത് ബ്രസീലിലേക്കാണ്. 2024 G20 19ാമത്തെ G20 സമ്മേളനം നടന്നത് ബ്രസീലാണ്. ബ്രസീൽ എന്ന് പറയുന്നത് ഒരു തെക്കേ അമേരിക്കൻ രാജ്യമാണ്. അവിടുത്തെ പ്രസിഡന്റ് ആണ് ലുലാ ഡി സിൽവ. ഇനി അടുത്ത് 2025 G20 സമ്മേളനം നടന്നത് സൗത്ത് ആഫ്രിക്കയിലുണ്ട്. 2025 G20 സൗത്ത് ആഫ്രിക്ക. അവിടുത്തെ പ്രസിഡന്റ് ആണ് സിറിൽ റാമഫോസയാണ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ്. ഇനി 2026 G20 സമ്മേളനം USA-യിലാണ്. 2026 G20 സമ്മേളനം USA-യിലാണ്. USA-യുടെ 47ാമത്തെ പ്രസിഡന്റ് ആണ് ആര്? ഡൊണാൾഡ് ട്രംപ്. 47ാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ്. 6ാമത്തെ ക്വസ്റ്റ്യൻ 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണമാണ്. 10 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അതിൽ ഫൈനൽ നടന്നത് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ്. വിജയിച്ചത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ആണ്. തോറ്റത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു. ഇനി അതുപോലെ 2025 ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യൻ 2025 IPL ഫൈനൽ നടന്നത് എവിടെയാണ്? അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലാണ് 2025 IPL ഫൈനൽ മത്സരങ്ങൾ നടന്നത്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം. എവിടെയാണ്? ആലപ്പുഴയാണ്. PN പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? PN പണിക്കരാണ്. PN പണിക്കരുടെ ചരമദിനമായിട്ടുള്ള ജൂൺ 19 എന്തായിട്ട് ആചരിക്കുന്നത്? വായനാ വാരമായിട്ട് ആചരിക്കുന്നത്. ജൂൺ 19 മുതൽ ഒരാഴ്ച. PN പണിക്കരുടെ ചരമദിനമായിട്ടുള്ള ജൂൺ 19 മുതൽ ഒരാഴ്ചയാണ് കേരളത്തിൽ വായനാ വാരമായിട്ട് ആചരിക്കുന്നത്. ഇനി അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന കായിക ഇനമാണ് ഹോക്കി. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന കായിക ഇനം എന്താണ്? ഹോക്കിക്കാണ് കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ കിട്ടുന്നത്. ആദ്യമായിട്ട് കേരളത്തിന് ഒളിമ്പിക്സ് മെഡൽ കിട്ടുന്നത് ആർക്കാണ്? മാനുവൽ ഫെഡറിക് ആണ്. എന്ത് താരമാണ്? ഹോക്കി താരമായിരുന്നു മാനുവൽ ഫെഡറിക്. 1972 ആണ് മാനുവൽ ഫെഡറിക്കിന് ഹോക്കിക്ക് മെഡൽ നേടുന്നത്. അപ്പം അങ്ങനെ മാനുവൽ ഫെഡറിക്കിന് മെഡൽ നേടിക്കൊടുത്തത്, കേരളത്തിൽ നിന്ന് മെഡൽ നേടുന്നത് ഹോക്കിക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ക്വസ്റ്റ്യൻ വന്നത്. അപ്പൊ കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന കായിക ഇനമാണ് ഹോക്കി. ഹോക്കിയിൽ ആർക്കായിരുന്നു മെഡൽ നേടിയത്? മാനുവൽ ഫെഡറിക്കിനായിരുന്നു. ആദ്യമായിട്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന മലയാളി താരമാണ് മാനുവൽ ഫെഡറിക്. ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. അത് ഉദ്യോഗ സംവരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉദ്യോഗ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? NV ജോസഫ്, TM വർഗീസ്, PK കുഞ്ഞ്, അതുപോലെ C കേശവൻ. TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്, അതുപോലെ C കേശവനൊക്കെ ആയിരുന്നു നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കൾ. 1932 നിവർത്തന പ്രക്ഷോഭം. അതെന്താണ്? ഉദ്യോഗ സംവരണവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആരാണ്? IC ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭം എന്ന വാക്ക് IC ചാക്കോ. ഇനി നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെട്ട പത്രമാണ് കേരള കേസരി. നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട ജിഹ്വ എന്നറിയപ്പെട്ട പത്രമാണ് കേരള കേസരി. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. ശരിയായവ. ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച പ്രസ്താവനകളാണ് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ്. ഈസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ്. അത് ഈസ്റ്റിങ്സ് എന്നറിയപ്പെടുന്നതിന് എന്താ കാരണം? ഈസ്റ്റും വെസ്റ്റിനെ ബന്ധിപ്പിച്ചുകൊണ്ട് എന്താണ് വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്നതാണ് ഈസ്റ്റിങ്സ്. അതായത് വരയ്ക്കുന്നത് എന്താണ്? ഏതിന് അഭിമുഖമായിട്ടായിരിക്കും? ഇങ്ങനെ വടക്കിൽ നിന്ന് തെക്കോട്ടേക്കാണ് അത് പോകുന്നത്. അതുകൊണ്ട് എന്താണ് ഏതിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു? വെസ്റ്റിനെയും ഈസ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അത് രേഖകൾ പോകുന്നത് തെക്ക് നിന്ന് വടക്കോട്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്നറിയപ്പെടുന്നത്? ഈസ്റ്റിങ്സ് എന്നറിയപ്പെടുന്നത്. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇനി ധരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നു. ഈസ്റ്റിങ്സ് നോർത്തിങ്സ് ഒക്കെ എന്തിനാണ് കാണപ്പെടുന്നത്? ധരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നു. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ്. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അതുപോലെ ധരാതലീയ ഭൂപടങ്ങളിൽ കാണപ്പെടുന്നു. ഈസ്റ്റിങ്സും നോർത്തിങ്സ് ഒക്കെ ധരാതലീയ ഭൂപടങ്ങളിൽ കാണപ്പെടുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് ചിനൂക്ക്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. ചിനൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റോക്കി പർവ്വതനിരയിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. റോക്കി പർവ്വതനിരയിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്നു. അതുപോലെ ഗോതമ്പ് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്നത് എന്താണ്? ഈ ചിനൂക്കാണ്. ഗോതമ്പ് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്നത് ഈ ചിനൂക്കാണ്. ഇനി ഓപ്ഷനിലുള്ള മറ്റൊരു ഓപ്ഷനാണ് ഹെർമാറ്റൻ. ഹെർമാറ്റൻ എന്താ പ്രത്യേകത? ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റാണ് ഹെർമാറ്റൻ. ഇനി ഓപ്ഷനിലുള്ള മറ്റൊരു ഇതാണ് ഫൊൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൽസ് പർവ്വതനിരയിലെ വടക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ഫൊൻ. ആൽസ് പർവ്വതനിരയുടെ വടക്കൻ ചെരുവിലൂടെ വീശുന്ന കാറ്റാണ് ഫൊൻ. പിന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട് ലു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉത്തരേന്ത്യയിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലു. ഉത്തരേന്ത്യയിലൂടെ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് എന്തെന്നറിയപ്പെടുന്നത്? ലു എന്നറിയപ്പെടുന്നത്. ഫൊൻ എന്നെവിടെയാണ് വീശുന്നത്? ആൽസ് പർവ്വതനിരയിൽ വീശുന്നതാണ് ഫൊൻ. ഇനി ഹെർമാറ്റൻ എന്താ പ്രത്യേകത? ഡോക്ടർ എന്നറിയപ്പെടുന്നതാണ് ഹെർമാറ്റൻ. മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. അതെവിടെ വീശുന്നു? റോക്കി പർവ്വതനിരയിലൂടെ വീശുന്ന കാറ്റാണ് ചിനൂക്ക്. ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. അതിനാണ് എന്നറിയപ്പെടുന്നത് നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം സോൺ എന്നറിയപ്പെടുന്നത്. നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം സോൺ എന്നറിയപ്പെടുന്നത്. അതായത് ഭൂമധ്യരേഖയുടെ 5 ഡിഗ്രി വടക്കും 5 ഡിഗ്രി തെക്കുമായിട്ടുള്ള പ്രദേശങ്ങളാണ് എന്നറിയപ്പെടുന്നത് നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾഡ്രം സോൺ എന്നറിയപ്പെടുന്നത്. ഈ നിർവാത മേഖലയിലാണ് എന്ത് കൂട്ടിമുട്ടുന്നത്? വാണിജ്യവാദങ്ങള്. രണ്ട് അർദ്ധഗോളങ്ങളിൽ നിന്നുമുള്ള വാണിജ്യപാതങ്ങൾ കൂട്ടിമുട്ടുന്നത് എവിടെയാണ്? ഈ ഡോൾഡ്രം സോൺ, അതായത് നിർവാത മേഖലയിലാണത് കൂട്ടിമുട്ടുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലുള്ള വാണിജ്യപാതങ്ങൾ കൂട്ടിമുട്ടുന്ന നിർവാത മേഖലയിലാണ്. ഇങ്ങനെ വാണിജ്യപാതങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലം അറിയപ്പെടുന്നതാണ് ITCZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജന്റ് സോൺ. ITCZ രണ്ട് അർദ്ധഗോളങ്ങളിലെയും വാണിജ്യപാതങ്ങൾ കൂട്ടിമുട്ടുന്നതാണ് എന്താണ് ITCZ എന്ന് അറിയപ്പെടുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡോൾഡ്രം സോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിർവാത മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് എവിടെയാണ് ഉള്ളത്? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലാണ് ഈ ഡോൾഡ്രം സോൺ സ്ഥിതി ചെയ്യുന്നത്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലാണ്. 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ പലതവണ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീനിച്ചിനേക്കാൾ എത്ര മണിക്കൂർ കൂടുതലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 5.5 മണിക്കൂർ കൂടുതലാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇന്ത്യയുടെ സമയം തന്നിരിക്കുന്നത് 12 മണിയാണ്. ഇന്ത്യൻ സമയം തന്നിരിക്കുന്നത് 12 മണിയാണ്. അപ്പൊ ഈ 12 മണിയേക്കാൾ 5.5 മണിക്കൂർ കുറവായിരിക്കും ഏതെന്ന് പറയുന്ന ഗ്രീനിച്ചിലെ സമയം എന്നാണ്. 12നേക്കാൾ 5.5 മണിക്കൂർ കുറവായിരിക്കും ഗ്രീനിച്ചിലെ സമയം. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ഗ്രീനിച്ചിലെ സമയമാണ്. ഗ്രീനിച്ചിലെ സമയം 12 നിന്ന് 5.5 മണിക്കൂർ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 6:30 മണിയാണ്. ഗ്രീനിച്ചിലെ സമയം 6:30 AM ആണ്. 6:30 മണിക്കാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്ര കാണിക്കുന്നത്? 12 മണി കാണിക്കുന്നത്. ഗ്രീനിച്ചിലെ 6:30 AM ആകുമ്പോൾ ആ 6:30 AM-നേക്കാൾ കൂടുതൽ 5.5 മണിക്കൂർ കൂടുതൽ 12 മണി ഇന്ത്യയിൽ കാണിക്കുന്നു. അപ്പൊ ഇന്ത്യയേക്കാൾ 5.5 മണിക്കൂർ കുറവാണ് ഗ്രീനിച്ചിലെ സമയം.
ആകെ എത്ര സമയമേഖലകളുണ്ട്? 24 സമയമേഖലകളാണ് ഉള്ളത്. ആകെ എത്ര സമയമേഖലകൾ? 24 സമയമേഖലകൾ. ആകെ എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂർ, 24 സമയമേഖല. ഓരോ സമയമേഖലയിലും എത്ര ഡിഗ്രിയാണുള്ളത്? 15 ഡിഗ്രിയാണ്. 15 ഡിഗ്രിയാണ് ഓരോ സമയമേഖലയും. അങ്ങനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്ന രേഖ എത്രയാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് രേഖാംശമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത് 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് രേഖാംശം. ആ 82 ഡിഗ്രിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്ന രേഖ. അതിനകത്ത് എത്ര സമയമേഖലകൾ വരും? ഓരോ 15 ഡിഗ്രിയും ഓരോ സമയമേഖലയാണ്. അതായത് ഓരോ 15 ഡിഗ്രിയും ഓരോ മണിക്കൂർ കഴിയും. അങ്ങനെ 82.5 ഡിഗ്രി എത്ര സമയമേഖലകളായിട്ട് തിരിക്കാൻ പറ്റും? അതിൽ 5 15 എടുക്കുമ്പോൾ എത്ര തന്നെ ആവും? 75 ആവും. 5 15 ആകുമ്പോൾ, അതായത് 75 ഡിഗ്രി ആകുമ്പോൾ തന്നെ എത്ര സമയമേഖല കഴിഞ്ഞു? 5 സമയമേഖല കഴിഞ്ഞു. 5 മണിക്കൂർ കൂടി. അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി, ഇനി എത്രയും കൂടി ഉണ്ട്? 7.5 കൂടി ഉണ്ട്. അപ്പം 5 മണിക്കൂർ പ്ലസ് ഈ അരമണിക്കൂർ. അങ്ങനെയാണ് ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലായിട്ട് ഇന്ത്യൻ സമയം കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്ത്യൻ സമയം തന്നു 12 മണിയെന്ന്, ഗ്രീനിച്ചിലെ സമയം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? 5.5 മണിക്കൂർ കുറയ്ക്കണം. അപ്പൊ 6:30 AM എന്ന് കിട്ടും. ഇനി അടുത്ത് 14ാമത്തെ ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകൾ കൽപ്പന എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏതാണ്? കൽപ്പന, നാം കൽപ്പിക്കുന്നു. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നാം കൽപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്നതാണ് മാൻഡമസ്. നാം കൽപ്പിക്കുന്നു എന്ന് അർത്ഥം വരുന്നത് മാൻഡമസ്. അതായത് ഒരു പൊതു ഉദ്യോഗസ്ഥനെതിരെ മാത്രം പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ് മാൻഡമസ്. നാം കൽപ്പിക്കുന്നു. ഒരു പൊതു ഉദ്യോഗസ്ഥൻ, അതായത് ഒരു പൊതു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കാതിരിക്കുമ്പോൾ എന്താണ്? അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കാനായിട്ട് കോടതി നിർദ്ദേശിക്കുന്ന റിട്ടാണ് മാൻഡമസ്. നാം കൽപ്പിക്കുന്നു. ഹേബിയസ് കോർപ്പസ് എന്താണ്? ഹേബിയസ് കോർപ്പസിനാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്. ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരം ഹാജരാക്കുക. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ്. ഹേബിയസ് കോർപ്പസ് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. മാഗ്ന കാർട്ടയിലാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്ക് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ഹേബിയസ് കോർപ്പസ് എന്ന ശരീരം ഹാജരാക്കുക. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി പ്രൊഹിബിഷൻ. അടുത്തതാണ് പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോടതി നടപടികളെ നിർത്തിവെക്കുന്നത്. അതായത് കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയാണെങ്കിൽ മേൽക്കോടതി ഇടപെട്ട് അത് നിർത്തിവെക്കുന്നതാണ് പ്രൊഹിബിഷൻ. അതിന് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഇനി അടുത്തത് കോവാറണ്ടോ. കോവാറണ്ടോ എന്ന് പറഞ്ഞാൽ എന്ത് അധികാരത്താൽ, അതായത് അർഹതയില്ലാത്ത ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിക്കെതിരെ പുറപ്പെടുവിക്കുന്നതാണ് കോവാറണ്ടോ. ഇനി ഈ റിട്ടുകളെല്ലാം പുറപ്പെടുവിക്കുന്ന ആരൊക്കെയാണ്? ഹൈക്കോടതിയും സുപ്രീം കോടതിയാണ് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. മൗലിക അവകാശങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനുള്ള വഴിയാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ട് കടമെടുത്ത ബ്രിട്ടനിൽ നിന്നാണ്. ഇനി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. സുപ്രീം കോടതി ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്? ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇനി ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും കൂടുതൽ റിട്ട് പുറപ്പെടുവിക്കുന്ന കോടതി ഏതാണ്? ഏറ്റവും കൂടുതൽ റിട്ട് പുറപ്പെടുവിക്കുന്ന കോടതി ഹൈക്കോടതിയാണ്. അതുപോലെ റിട്ടിന്മേൽ ഏറ്റവും കൂടുതൽ വിവേചനാധികാരമുള്ള കോടതിയും ഹൈക്കോടതിയാണ്. 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. എന്താണ് ഇപ്പം ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് 226 മാച്ച് ദ ഫോളോയിങ്ങിനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 226 ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ എന്നുള്ളത്. ഇനി അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. ലോകത്ത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യയിലെ MS സ്വാമിനാഥനാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇനി ഹരിത വിപ്ലവം എന്നുള്ള പദം ആരുടെയാണ്? വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവം ആദ്യമായിട്ട് വരുന്നത് എവിടെയാണ്? മെക്സിക്കോയിലാണ്. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഫിലിപ്പൈൻസ്. അതായത് ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടം നേടിയ രാജ്യമാണ് ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഇനി അടുത്ത് വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു എന്നുള്ളത് ശരിയാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. എന്താണ് ഈ ഹരിത വിപ്ലവം കൂടുതലായിട്ട് എന്തിനാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിലാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. അരിയുടെയും ഗോതമ്പിന്റെയൊക്കെ ഉൽപ്പാദനമാണ് അതിലൂടെ വർദ്ധിച്ചത്. ഇപ്പൊ ഇന്ത്യയിൽ പ്രധാനമായിട്ട് 2 ഘട്ടങ്ങളായിട്ടാണ് ഹരിത വിപ്ലവം നടന്നത്. അതിൽ ആദ്യത്തേത് എന്താണ്? ഗോതമ്പ് വിപ്ലവം തന്നെയാണ് അറിയപ്പെടുന്നത്. കൂടുതൽ എന്താണ്? ഗോതമ്പ് ഉൽപ്പാദനമാണ് വർദ്ധിച്ചത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മറ്റ് സ്റ്റേറ്റ്മെന്റുകളാണ്, ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് പ്രാദേശിക അസമത്വം വർദ്ധിച്ചു. എന്താണ്? ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് പ്രാദേശിക അസമത്വം വർദ്ധിച്ചു. ശരിയാണ്.
ഇനി ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് എന്താണ് മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടി നഷ്ടപ്പെട്ടു. ശരിയാണ്, മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടി നഷ്ടപ്പെട്ടു. അതായത് കൂടുതലായിട്ട് വളവും ജലസേചന സൗകര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഉൽപാദനം വർദ്ധിപ്പിച്ചത്. അപ്പൊ എന്താണ്, മണ്ണിന്റെ സ്വാഭാവികമായിട്ടുള്ള ഫലപുഷ്ടി അതിലൂടെ നഷ്ടപ്പെട്ടു. ഇനി അതുപോലെ ചോദിച്ചിട്ടുള്ള മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ്, ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ശരിയാണ്, ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അതായത് എന്താണ്, ഈ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ കൂടുതലായിട്ടും എത്താൻ കഴിഞ്ഞത് ആർക്കാണ്? വൻകിട കർഷകർക്കാണ് ഇത് കൂടുതലും ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയത്. ചെറുകിട കർഷകർക്ക് ഇതിന്റെ നേട്ടം വളരെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ. ഹരിത വിപ്ലവത്തിന്റെ നേട്ടം കൂടുതൽ ഉണ്ടായത് ആർക്കാണ്? വൻകിട കർഷകർക്കാണ്. അപ്പൊ എന്താണ്, ഈ വൻകിട കർഷകർക്ക് കൂടുതൽ നേട്ടം കിട്ടുകയും ചെറുകിട കർഷകർ എപ്പോഴും പിന്നോക്കമായിട്ട് നിൽക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഹരിത വിപ്ലവത്തിലൂടെ ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അതുപോലെ പ്രാദേശിക അസമത്വം വർദ്ധിച്ചു. ഇതൊക്കെയാണ് ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇതിൽ ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയായിരുന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടി. ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അതിന് ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ശരിയാണ്, ഹരിത വിപ്ലവത്തിൽ പ്രധാനമായിട്ടും അരി, ഗോതമ്പ് എന്നിവയാണ് പ്രധാനമായിട്ട് ഊന്നൽ നൽകിയത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവാരെന്ന് പറഞ്ഞ എം എസ് സ്വാമിനാഥൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബുക്കുകൾ പ്രധാനപ്പെട്ടതാണ്. ഗ്രീൻ റവല്യൂഷൻ, എ ഡയലോഗ്, ആൻ എവർഗ്രീൻ റവല്യൂഷൻ, അതൊക്കെ എന്താണ്, ആൻ ആന്തോളജി ഓഫ് റിസർച്ച് പേർപ്പസ്, അതൊക്കെ ആരുടെയാണ്? എം എസ് സ്വാമിനാഥന്റെ ബുക്കുകളാണ്. അപ്പൊ അതൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. എം എസ് സ്വാമിനാഥന്റെ ബുക്കുകളൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഇനി അടുത്ത് 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന കാർഷിക വിളകൾ നാണ്യവിള അല്ലാത്തത് ഏതെന്നുള്ളതാണ്. നാണ്യവിള അല്ലാത്തത് ഏത്? പുകയില, കാപ്പി, കരിമ്പ്, ചോളം. പുകയില നാണ്യവിളയാണ്, കാപ്പി, കരിമ്പ് നാണ്യവിളയാണ്, ചോളം എന്താണ്? ഭക്ഷ്യവിളയാണ്. ചോളം ഭക്ഷ്യവിളയാണ്. അതിൽ നാണ്യവിള അല്ലാത്തത് ചോളമാണ്. ചോളം ഭക്ഷ്യവിളയാണ്. പുകയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ പുകയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കാസർഗോഡാണ്. പുകയില ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പുകയില ഗവേഷണ കേന്ദ്രം രാജമുന്ദ്രിയാണ്. പുകയില ഗവേഷണ കേന്ദ്രം രാജമുന്ദ്രി. ഇനി അടുത്തിട്ട് 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? അതിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉള്ളത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൾപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നതാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ഏതാണ്? കൺസ്യൂമർ ഗുഡ്സ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കണമോ ക്യാപിറ്റൽ ഗുഡ്സ് കൂടുതലായിട്ട് അതാണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഏത് രീതിയിലൂടെ ഉൽപ്പാദിപ്പിക്കണം എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. എന്താണ്? ലേബർ ഇന്റൻസീവ് ആയിരിക്കണോ, ക്യാപിറ്റൽ ഇൻ, അതായത് കൂടുതൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കുന്നത്, അല്ലെ കൂടുതൽ എന്താണ് മനുഷ്യ മൂലധനത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ളതായ കൂടുതൽ തൊഴിലാളികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരിക്കണമോ, അതല്ലെങ്കിൽ മെഷീൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതായിരിക്കണം. ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ലേബർ ഇന്റൻസീവ് ആണോ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണോ എന്നുള്ളത്. ഇനി അടുത്തുള്ളത് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം, അതായത് അതിന്റെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിലാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത്. ഇനി എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം, അത് പ്രശ്നങ്ങളിൽ വരുന്നതല്ല. 3 പ്രശ്നങ്ങളേ ഉള്ളൂ. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. എപ്പോൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതിൽ വരുന്ന പ്രശ്നം അല്ല. ഇനി അടുത്ത് 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളെ കുറിച്ചും ചൂഷണത്തെ പറ്റിയും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായി കേരള പോലീസും ബെച്ചിപ്പൻ ബച്ചാവോ ആന്തോളനും ചേർന്ന് ഉള്ള പദ്ധതിയാണ് കൂട്ട്. ബെച്ചിപ്പൻ ബച്ചാവോ ആന്തോളനും കേരള പോലീസും ചേർന്നുള്ള പദ്ധതിയാണ് കൂട്ടുന്നതിനാണ്. ഓൺലൈൻ കുറ്റകൃത്യങ്ങളും ചൂഷണങ്ങളും തടയുന്നതിന് വേണ്ടിയിട്ട് അതിനെതിരായിട്ട് കുട്ടികളെ ബോധവൽക്കരിക്കുന്ന പദ്ധതിയാണ് കൂട്ട്. ഇനി താലോലം ഉണ്ട്. താലോലം എന്താണ്? 18 വയസ്സ് കഴിഞ്ഞ് മാരക രോഗം ബാധിച്ച കുട്ടികൾക്ക് എന്താണ് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിനായി നഗരപ്രദേശങ്ങളിൽ പ്രതിദിനം എത്ര കലോറിയിൽ താഴെ പോഷണം ജനങ്ങൾക്ക് ലഭിക്കണം? ദാരിദ്ര്യരേഖ കണക്കാക്കുന്നതിനായിട്ട് ഗ്രാമീണ മേഖലയിൽ എത്രയാണ്? 2400 കലോറിയും നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയുമാണ്. നഗരപ്രദേശങ്ങളിൽ എത്രയാണ്? 2100 കലോറി. ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയാണ്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന. ലീഗൽ സർവീസ് അതോറിറ്റി വന്ന വർഷം 1987 ലീഗൽ സർവീസ് അതോറിറ്റി വന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക ശരിയാണ്. നിയമബോധം പ്രചരിപ്പിക്കുക ശരിയാണ്. അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക ശരിയാണ്. സൗജന്യ നിയമസഹായവും ഉപദേശവും നൽകുക, നിയമബോധം പ്രചരിപ്പിക്കുക, അതിജീവിതർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നൊക്കെയാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഇനി അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവന ഏതാണ്? ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. അതായത് ഇന്ത്യയുടെ ആമുഖത്തിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ്.
പരമാധികാര സോഷ്യലിസ്റ്റ് സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 1950 ജനുവരി 26-ന് വരുന്ന സമയത്ത് ഈ മതേതര റിപ്പബ്ലിക് എന്നുള്ളത് ഉണ്ടായിരുന്നു. മതേതരം എന്നുള്ള വാക്ക് ഇല്ലായിരുന്നു. ഈ മതേതരം, ഇന്റഗ്രിറ്റി, സോഷ്യലിസ്റ്റ്, സെക്യുലാർ, ഇന്റഗ്രിറ്റി എന്നുള്ള വാക്കുകൾ കൂട്ടിച്ചേർക്കുന്ന ഏത് പ്രകാരമാണ്? 1976 42-ാം ഭേദഗതി പ്രകാരമാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നുള്ള വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നത്. 1950 ജനുവരി 26-ന് ഭരണഘടന നിലയിൽ വരുന്ന സമയത്ത് ഇത് ഇല്ലായിരുന്നു. അപ്പം ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. 22-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് രാജ്യത്തിന് വേണ്ടി പൊരുതുവാൻ ഏതർത്ഥത്തിലും സന്നദ്ധരായിരിക്കുക. രാജ്യത്തിന് വേണ്ടി പൊരുതാനായിട്ട് ഏതർത്ഥത്തിലും സന്നദ്ധരായിരിക്കുക. ശരിയാണ്. അതിനെക്കുറിച്ച് പറയുന്നത് 51A D ആണ് പറഞ്ഞിരിക്കുന്നത്. 4ാമത്തെ മൗലിക ചുമതലയായിട്ട് പറയുന്നതാണ് എന്താണ്? അത്യാവശ്യ സാഹചര്യങ്ങളിൽ സൈനിക സേവനം നൽകുക എന്നുള്ളത്. ഇനി അടുത്തത്, ഏത് പ്രായത്തിലുള്ള കുട്ടികളെയും വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത് എല്ലാ രക്ഷിതാക്കളുടെയും കടമയാണ്. ഏത് പ്രായത്തിലും എന്ന് പറയുന്നില്ല. ഇനി മൗലിക ചുമതലയായിട്ട് പറയുന്നത് 86-ാം ഭേദഗതി, 2002-ലെ 86-ാം ഭേദഗതി പ്രകാരം 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് മൗലിക കടമയായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏത് പ്രായത്തിലും ഒന്ന് ഇല്ല. ഇനി വോട്ട് ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ്. വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്തിൽ പറഞ്ഞിട്ടില്ല? മൗലിക കടമയിൽ പറഞ്ഞിട്ടില്ല. രാജ്യത്തിന് വേണ്ടി പൊരുതാനായിട്ട് ഏത് അർത്ഥത്തിലും സന്നദ്ധരായിരിക്കുക അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത്യാവശ്യ സാഹചര്യങ്ങളിൽ എന്താണ്? സൈനിക സേവനം നൽകുക എന്നുള്ളതാണ് എന്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്? മൗലിക കടമയിൽ പറഞ്ഞിട്ടുള്ള 4ാമത്തെ മൗലിക കടമയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഏത് പ്രായത്തിലുള്ള കുട്ടികളെയല്ല, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സംരക്ഷണമാണ്, വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വോട്ട് ചെയ്യുക എന്നുള്ളത് 51A പറഞ്ഞിട്ടില്ല. ഇനി 23-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും 8 മേജർ കമ്മിറ്റികളും 15 മൈനർ കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. അതിലെ 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ശരിയല്ല. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് പറഞ്ഞു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. എന്നാൽ 3 കമ്മിറ്റികളുടെ ചെയർമാൻ നെഹ്റു ആയിരുന്നു. ഏതൊക്കെയാണ്? യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി. ഈ 3 കമ്മിറ്റിയുടെയും ചെയർമാൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. പട്ടേൽ ഏതൊക്കെയാണ്? പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടേലാണ്. അതുപോലെ അഡ്വൈസറി കമ്മിറ്റി ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റിയുടെ ചെയർമാനും സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. ഇനി റൂൾസ് ആൻഡ് പ്രൊസീജിയർ കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് പറഞ്ഞു? ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് പറഞ്ഞു. ഇനി അടുത്ത 24-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ശരിയാണ്. ആ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷൻ. സ്ഥിര അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. 1946 ഡിസംബർ 11-നാണ് രാജേന്ദ്ര പ്രസാദ് സ്ഥിര അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു എന്നുള്ളത് ശരിയാണ്. പിന്നെ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ശരിയാണോ തെറ്റാണോ? പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലായിരുന്നു. 25-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങൾ ചുവടെ ചേർത്തിരിക്കുന്നത് ശരിയായ ഏതെന്നാണ്? അർദ്ധ ഫെഡറൽ സമ്പ്രദായം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. ശരിയാണ്. ഇനി അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. ശരിയാണ്. എന്താണ്? ഫെഡറൽ സംവിധാനം എടുത്തിരിക്കുന്ന കാനഡയിൽ നിന്നാണ്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ എന്താണ് റെസിഡറി പവേഴ്സും എടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ്. എന്നാൽ കൺകറന്റ് ലിസ്റ്റ് എടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പം അർദ്ധ ഫെഡറൽ സമ്പ്രദായം എടുത്തിരിക്കുന്നതും ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം എടുത്തിരിക്കുന്നതും കാനഡയിൽ നിന്നാണ്. എന്നാൽ നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ്. നിർദ്ദേശ തത്വങ്ങൾ കാനഡയിൽ നിന്നല്ല, അയർലാൻഡിൽ നിന്നാണ് നിർദ്ദേശ തത്വങ്ങൾ എന്ന ആശയം എടുത്തിരിക്കുന്നത്. 26-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. മൗലിക അവകാശങ്ങൾ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. ശരിയാണ്. ആർട്ടിക്കിൾ 23, 24 ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം ആർട്ടിക്കിൾ 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, അത് ആദ്യം എന്തായിരുന്നു? മൗലിക അവകാശമായിരുന്നു. എന്നാൽ 44-ാം ഭേദഗതി 1978-ലെ 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ മൗലിക അവകാശത്തിൽ നിന്ന് മാറ്റി ഇപ്പൊ പാർട്ട് 12-ലാണ് ഉള്ളത്. ആർട്ടിക്കിൾ 307 അതിപ്പോൾ ഒരു നിയമ അവകാശമാണ്. അപ്പൊ സ്വത്തവകാശം ഇപ്പോൾ മൗലിക അവകാശത്തിൽ ഇല്ല, അതൊരു നിയമ അവകാശമാക്കി മാറ്റി 44-ാം ഭേദഗതി 1978 പ്രകാരം. 27-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമുണ്ട്.
ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമുണ്ടോ? ഇല്ല. നമ്മുടെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഈസ് എ സോവറൻ സോഷ്യലിസ്റ്റ് സെക്യുലർ മതേതര റിപ്പബ്ലിക് ആണെന്ന് പറയാം. അപ്പൊ ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. അത് ശരിയാണ്. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. അതും ശരിയാണ്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. 28ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളീയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇത് സംഘടിപ്പിക്കുന്നത്. ശരിയല്ല. കേന്ദ്ര ഗവൺമെന്റ് അല്ല, കേരള ഗവൺമെന്റ് ആണ്. സിനിമാ താരങ്ങളാണ് ഇതിലെ പ്രധാന ബ്രാൻഡ് അംബാസിഡേഴ്സ്. ശരിയാണ്. ആ സമയത്ത് 2024 ചോദിച്ച കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം സിനിമാ താരങ്ങളാണ് ഇതിലെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇതെന്നുള്ളതാണ്. യുഎൻഒയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ് ആണ്. യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. 9ാമത്തെ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ്. ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ആണ് ആമിന മുഹമ്മദ്. ഇനി ഐക്യരാഷ്ട്ര സംഘടന സർവ്വരാജ്യ സഖ്യത്തിന്റെ പിൻഗാമിയാണ്. ശരിയാണ്. യുഎൻഒയുടെ മുൻഗാമി എന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷൻസ് ആണ്. സർവ്വരാജ്യ സഖ്യമാണ് യുഎൻഒയുടെ മുൻഗാമി. 1920 ജനുവരി 10 സർവ്വരാജ്യ സഖ്യം വരുന്നത്. 1ാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടാക്കിയ സമാധാന സംഘടനയാണ് ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാജ്യ സഖ്യം. അതിന്റെ പിൻഗാമിയായിട്ടാണ് അതിന്റെ പരാജയം കാരണമാണ് 2ാം ലോക മഹായുദ്ധം ഉണ്ടായത്. ഈ 2ാം ലോക മഹായുദ്ധാനന്തരം ഉണ്ടാക്കിയ സംഘടനയാണ് യുഎൻഒ, ഐക്യരാഷ്ട്ര സംഘടന. ഇനി ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകമാണ് സുരക്ഷാ സമിതി. ശരിയാണ്. സുരക്ഷാ സമിതി ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സെക്യൂരിറ്റി കൗൺസിലിൽ എത്ര അംഗങ്ങളുണ്ട്? 15 അംഗങ്ങളാണുള്ളത്. 5 സ്ഥിര അംഗങ്ങളും 10 താൽക്കാലിക അംഗങ്ങളുമാണ്. ഓരോ 2 വർഷത്തേക്കും ഒരു രാജ്യത്തിന് 10 രാജ്യങ്ങളിൽ നിന്നാണ് താൽക്കാലിക അംഗങ്ങളെ അയക്കാനായിട്ട് പറ്റും. ഒരു 2 വർഷത്തെ കാലയളവിൽ താൽക്കാലിക അംഗങ്ങളെ അയക്കാനായിട്ട് പറ്റും. ഇനി ഇന്ത്യയിൽ നിന്നുള്ള സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരം പ്രതിനിധിയാണ് ആരെന്ന് പറയുന്നത്? പർവതനേനി ഹരീഷ്. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. G20യുടെ കാര്യം നമ്മൾ മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിലും കണ്ടതാണ്. G20യുടെ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. ശരിയാണ്. 18ാമത്തെ ഉച്ചകോടി 2023 ഇന്ത്യയിൽ നടന്നത്. ന്യൂഡൽഹിയിലാണ് ഈ ഉച്ചകോടി നടന്നത്. ശരിയാണ്. ന്യൂഡൽഹിയിലായിരുന്നു നടന്നത്. ഇന്ത്യയിൽ നടക്കുന്ന 2ാമത്തെ ഉച്ചകോടിയാണിത്. 2ാമത്തെ ഉച്ചകോടി അല്ല. അപ്പം ന്യൂഡൽഹിയിലാണ് നടന്നതെന്നുള്ളത് ശരിയാണ്. G20യുടെ 18ാമത്തെ ഉച്ചകോടിയാണെന്നുള്ളതും ശരിയാണ്. 18ാമത്തെ ഉച്ചകോടി ആയിരുന്നു 2023 നടന്നത്. ഇപ്പൊ എവിടെയാണ്? 2025 എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. 2025 സൗത്ത് ആഫ്രിക്ക, 2026 USA പറഞ്ഞു. ഇനി അടുത്ത് 31ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോത്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്ന ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ എയുടെ അഭാവം കാരണമാണ് സിറോഫ്താൽമിയ എന്ന അസുഖം ഉണ്ടാകുന്നത്. വൈറ്റമിൻ എയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു രോഗമാണ് നിശാന്തത. ഇനി അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലസ് പെൺകൊതുക് വഴി പകരുന്ന രോഗമാണ് മലമ്പനി. ബ്ലാക്ക് വാട്ടർ ഫീവർ, ചതുപ്പ് രോഗം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? മലമ്പനിയാണ്. മലേറിയ ദിനം ഒന്നാണ്. ഏപ്രിൽ 25 മലേറിയ ദിനം ഏപ്രിൽ 25. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായിട്ടുള്ള അനോഫിലസ് പെൺകൊതുക് വഴിയാണ് ഈ മലമ്പനി പകരുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി. പാൻക്രിയാസിലാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സ് എന്നറിയപ്പെടുന്ന അതിനകത്തുള്ള ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനകത്ത് ആൽഫാ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ഉണ്ട്. അതിൽ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു, ആൽഫാ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജീവിതശൈലി രോഗം ഏതാണ്? ജീവിതശൈലി രോഗം ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ? ടൈപ്പ് 2 ആണ് ജീവിതശൈലി രോഗമായിട്ടുള്ളത്. എന്നാൽ കുട്ടികളെ ബാധിക്കുന്ന പ്രമേഹം ഏതാണെന്ന് ചോദിച്ചാൽ ടൈപ്പ് 1 പ്രമേഹമാണ്. കുട്ടികളെ ബാധിപ്പിക്കുന്നത് ടൈപ്പ് 1 പ്രമേഹമാണ്. ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 ആണ്. ഇനി ടൈപ്പ് 1 പ്രമേഹത്തിന് കുട്ടികളുടെ ഒരു പദ്ധതിയാണ് മിഠായി പദ്ധതി. ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള പദ്ധതിയാണ് മിഠായി പദ്ധതി. അപ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ കോശങ്ങൾ എവിടെയാണ്? പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലോങ്ങർ ഹാൻഡ്സിലാണ്. 34ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിലെ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ നിത്യഹരിത വിപ്ലവം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? MS സ്വാമിനാഥനാണ്. കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനായിട്ട് നിത്യഹരിത വിപ്ലവം എന്ന ആശയം ആരാണ്? MS സ്വാമിനാഥനാണ്. നമ്മൾ ഹരിത വിപ്ലവത്തെ കുറിച്ചുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് കണ്ടതാണ്. അതിനകത്തും നമ്മൾ ഹരിത വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. എന്നാൽ ലോകത്തിലാണെങ്കിൽ നോർമൻ ബോർലോഗാണ്. അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ഋതു കരുതാൾ. റോക്കറ്റ് വിമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരുതാളാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിതയാണ് ഋതു കരുതാൾ. എന്നാൽ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് K ശിവനാണ്. മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണ്. മിസൈൽ വിമൺ എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ് ആണ്. തോമസ് ഇന്ത്യയുടെ അഗ്നി 5 മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതയാണ് ടെസ്സി തോമസ്. അഗ്നി 5 ബന്ധപ്പെട്ട വനിതയാണ്.
ഇനി അടുത്തത് ഇന്ത്യയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ദാരിപ്പള്ളി രാമയ്യാണ് ഇന്ത്യയുടെ വൃക്ഷ മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വാൽമീകി താപ്പറാണ്. ടൈഗർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വാൽമീകി താപ്പർ. എന്നാൽ വാട്ടർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര സിംഗ് ആണ്. വാട്ടർ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര സിംഗ് ആണ്. ഇന്ത്യയുടെ തവള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സത്യഭാമ ദാസ് ബിജു ആണ്. ഇന്ത്യയുടെ തവള മനുഷ്യൻ സത്യഭാമ ദാസ് ബിജു ആണ്. എന്നാൽ നെല്ലച്ചൻ എന്നറിയപ്പെടുന്നത് ചെറുവയൽ രാമനാണ്. നെല്ലച്ചൻ എന്നറിയപ്പെടുന്നത് ചെറുവയൽ രാമൻ. വയനാട് ജില്ലയിലെ പാരമ്പര്യ നെൽവിത്ത് സംരക്ഷകനാണ് ചെറുവയൽ രാമൻ. ഇനി അടുത്ത് 36ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പർവ്വതാരോഹകർക്ക് പർവ്വതാരോഹണ വേളയിൽ അവരുടെ മൂക്കിൽ നിന്ന് രക്തം പുറത്തു വരാറുണ്ട്. എന്തുകൊണ്ടാണ്? എന്താണ്? അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാലാണ് രക്തം പുറത്തേക്ക് വരുന്നത്. അന്തരീക്ഷ മർദ്ദം കുറവും രക്തക്കുഴലുകളിലെ മർദ്ദം കൂടുതലും ആയതിനാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നതാണ് ക്ലോറോഫോം. ക്ലോറോഫോം ജലത്തിൽ ഭാഗികമായി ലയിക്കും. എന്നാൽ ഫിനോൾ, പെന്റോനോൾ, എഥിലിൻ ഗ്ലൈക്കോൾ ഇതൊന്നും ജലത്തിൽ ഭാഗികമായിട്ട് ലയിക്കുന്നതല്ല. ക്ലോറോഫോമാണ് ജലത്തിൽ ഭാഗികമായിട്ട് ലയിക്കുന്നത്. ഇനി അടുത്തത് ഒരു ക്ലാസ്സിലെ അടുത്ത മാത്സിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 1:3 എന്ന അംശബന്ധത്തിലാണ്. 8 പെൺകുട്ടികൾ മാത്രം വരാതിരുന്ന ദിവസം ആൺകുട്ടികളുടെ എണ്ണത്തിൽ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എങ്കിൽ ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണമാണ് ചോദിക്കുന്നത് 32 എന്നുള്ളതാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഇപ്പം ഒരാൾ 12 മീറ്റർ കിഴക്കോട്ട് നടന്നതിന് ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 10 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ നടന്നു, വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞ് 4 മീറ്റർ. എന്താണ്? ദിശയുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ നടക്കാൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായിട്ടുള്ള അകലമാണ് ചോദിക്കുന്നത്. 10 ആൻസർ. 10 മീറ്റർ ആണ്. അടുത്ത് 43ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. 2⁻³ പ്ലസ് 3⁻4 പ്ലസ് 4�5�0. എന്താണ് ആൻസർ എന്നുള്ളതാണ്. എന്താണ്? A⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 1 ആയിരിക്കും. ഏതൊരു നമ്പറിന്റെയും റേസ് ടു പവറിൽ 0 വന്നു കഴിഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. A⁻0 = 1. ഒരു മാസത്തെ 20ാം തീയതി തിങ്കളാഴ്ചയാണെങ്കിൽ ആ മാസം 5 തവണ വരാൻ സാധ്യതയുള്ള ദിവസം ഏതെന്നുള്ളതാണ്. വ്യാഴമാണ് ആൻസർ. അടുത്തത് മണിക്കൂറിൽ 108 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന തീവണ്ടി 470 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 20 സെക്കൻഡ് സമയമെടുത്താൽ തീവണ്ടിയുടെ നീളമാണ് 130. 46ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലോക്കിലെ സൂചികൾക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി ആകുന്ന സമയം 5:40. ക്ലോക്കിലെ സൂചികൾക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി ആകുന്ന സമയം 5:40 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 7 സംഖ്യകളുടെ ശരാശരി 93 ആണ്. ഇതിൽ ഒരു സംഖ്യ ഒഴിവാക്കിയാൽ ശരാശരി 90 ആയി. അപ്പോൾ ഒഴിവാക്കിയ സംഖ്യ എത്ര? അത് ശരാശരി എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 111 ആണ്. 7 സംഖ്യകളുടെ ശരാശരി 93, അതിൽ നിന്ന് ഒരു സംഖ്യ ഒഴിവാക്കുമ്പോഴത്തേക്കും ആ ശരാശരി 90 ആയി. അപ്പോൾ ഒഴിവാക്കിയ സംഖ്യയാണ് ചോദിക്കുന്നത്. 111. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ അമ്മയ്ക്ക് മകനേക്കാൾ 21 വയസ്സ് കൂടുതലുണ്ട്. 6 വർഷം കഴിയുമ്പോൾ മകന്റെ വയസ്സിന്റെ ഇരട്ടിയാണ് അമ്മയുടെ വയസ്സ് എങ്കിൽ അമ്മയുടെയും മകന്റെയും വയസ്സുകളുടെ തുക. ആൻസർ 51 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 75ന്റെ സ്ക്വയർ പ്ലസ് 2 × 75 × 25 പ്ലസ് 25ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 75ന്റെ സ്ക്വയർ മൈനസ് 25ന്റെ സ്ക്വയർ. എന്താണ് വരുന്നത്? ഏത് ഇക്വേഷൻ വരുന്നത്? A² + 2AB + B² എന്ന ഇക്വേഷൻ ആണ് വരുന്നത്. അതിന്റെ ആൻസർ വരുന്നത് 2 ആണ്. A² + 2AB + B² ബൈ A² - B² ആണ് ആൻസർ വരുന്നത്. 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് എക്സെട്ര പ്ലസ് 1/4 × 5. അതിന്റെ ആൻസർ ആണ് വരുന്നത് 4/5 ആണ്. 1/1 × 2 1/2 × 3 അതായത് അടുത്തടുത്ത സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ റെസിപ്രോക്കലുടെ തുകയാണ്. അത് ആൻസർ വരുന്നത് 4/5 ആണ്. 4/5. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലാസ് സി. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ക്ലാസ് സിയിലാണ് ഉൾപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നതാണ് ഉത്പതനം. നേരിട്ട് വാതക രൂപത്തിലേക്ക് പോകുന്നത് ഉത്പതനമാണ്. താഴെ കൊടുത്തിരുന്നതിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ്. സ്വയം കത്തുന്നത് ഹൈഡ്രജനാണ്. എന്നാൽ കത്തൽ നിയന്ത്രിക്കുന്നത് നൈട്രജനാണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്നത് നൈട്രജനാണ്. കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ്. സ്വയം കത്തുന്നത് ഹൈഡ്രജനാണ്. എന്നാൽ തീ അണയ്ക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയാനായിട്ട് LPGയിൽ ചേർക്കുന്ന രാസവസ്തുവാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ. എന്താണ്? ഗ്യാസ്, പാചകവാതകത്തിൽ നിന്നുള്ള ഗ്യാസാണ് ഈഥൈൽ മെർക്യാപ്റ്റൻ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തുവാണ് മോണോ അമോണിയം ഫോസ്ഫേറ്റ്. മോണോ അമോണിയം ഫോസ്ഫേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ബ്യൂട്ടേന്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്? 9. ബ്യൂട്ടേന്റെ ഉയർന്ന ജ്വലന പരിധി 9. ഇനി അടുത്ത ക്വസ്റ്റ്യൻ MSDSന്റെ പൂർണ്ണ രൂപം എന്താണ്? MSDSന്റെ പൂർണ്ണ രൂപമാണ് മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവ് ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കത്താൻ അപര്യാപ്തമായ ഒരു വാതകവും വായും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിന് വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ് ഫ്ലാഷ് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ TECയിലെ ഘടകങ്ങൾ ഏവ? TECയിലെ ഘടകങ്ങളാണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. TECയിലെ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജലത്തിന്റെ ബാഷ്പീകരണ ലീനതാപമാണ് 2260 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അടുത്ത പ്രഥമ ശുശ്രൂഷയിൽ DRAB എന്നതിന്റെ ഫുൾ ഫോം ആണ് ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ്. ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ്. DRAB എന്നതിന്റെ പൂർണ്ണരൂപമാണ് ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ്. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത് മുകളിൽ എന്താണ്? ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകളില്ലാതെ സംരക്ഷിക്കുക. ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകളില്ലാതെ സംരക്ഷിക്കുക, അപകടത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് സഹായിക്കുക. ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകളില്ലാതെ സംരക്ഷിക്കുക, അപകടത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് സഹായിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിൽ ഏതാണ്? ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന്റെ പ്രഥമ ശുശ്രൂഷയാണ് പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക. ഇനി അടുത്തത് ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നതിന് താഴെ പറയുന്നത് ഏതു കാരണം കൊണ്ടാണ്? ശക്തമായ തണുപ്പ് മൂലം. ഫ്രോസ്റ്റ് ബൈറ്റ് ആണ് ശക്തമായ തണുപ്പ് കാരണമാണ് സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സ്കാൽഡ് എന്നാൽ എന്ത്? സ്കാൽഡ് നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവാണ് സ്കാൽഡ്. നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്കുണ്ടാകുന്ന മുറിവാണ് സ്കാൽഡ്. മാക്സിമം ഇൻഹലേഷൻ ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിന്റെ അളവിനെ പറയുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി. മാക്സിമം ഇൻഹലേഷൻ ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിന്റെ അളവിനെ പറയുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ട്രാൻസ്പോർട്ട് വാഹനം ഏത്? പ്രൈവറ്റ് സർവീസ് വാഹനം. പ്രൈവറ്റ് സർവീസ് വാഹനമാണ് ഒരു ട്രാൻസ്പോർട്ട് വാഹനം. ഡ്രൈവർ ഉൾപ്പെടെ 9-ൽ അധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ കാറ്റഗറി ഡാഷ് വാഹനങ്ങളിൽ നിന്ന് നിർവചിച്ചിരിക്കുന്നു. കാറ്റഗറി M3 വാഹനങ്ങൾ എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ 9-ൽ അധികമോ യാത്രക്കാരെ കയറ്റാവുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 5 ടണ്ണിൽ കൂടുതലുള്ള മോട്ടോർ വാഹനങ്ങൾ ഏത് കാറ്റഗറിയാണ്? M3 കാറ്റഗറിയാണ്. M3 കാറ്റഗറി. ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി പുതുക്കുന്നതിനുള്ള അപേക്ഷ ലൈസൻസിന്റെ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാം? 365 ദിവസം. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന്റെ കാലാവധിക്ക് മുമ്പ് എത്ര ദിവസം മുമ്പ് സമർപ്പിക്കാൻ പറ്റും? 365 ദിവസത്തിന് മുമ്പാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ലേണേഴ്സ് ലൈസൻസ് ഉള്ള വ്യക്തി വാഹനം ഓടിച്ചു പഠിക്കുമ്പോൾ പഠിക്കുന്ന വാഹനത്തിന്റെ മുൻവശത്തും പുറകുവശത്തും എന്തുണ്ടായിരിക്കണം? വെള്ള പ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിക്കണം. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചിട്ടുള്ള വ്യക്തി വാഹനം ഓടിക്കുമ്പോൾ എന്തുണ്ടായിരിക്കണം? വെള്ള പ്രതലത്തിൽ ചുവപ്പ് L എന്ന അക്ഷരം പ്രദർശിപ്പിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം. പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുക. പുതിയ ലേണേഴ്സ് ലൈസൻസ് അനുവദിക്കുന്നത് ആരാണ്? ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് രജിസ്ട്രേഷൻ കാലാവധിക്ക് പരമാവധി എത്ര ദിവസം മുമ്പ് അപേക്ഷിക്കാം? രജിസ്ട്രേഷൻ കാലാവധിക്ക് 60 ദിവസം മുമ്പാണ് അപേക്ഷിക്കേണ്ടത്. നോൺ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് എത്ര ദിവസം മുമ്പ് അപേക്ഷിക്കണം? 60 ദിവസത്തിന് മുമ്പ് അപേക്ഷിക്കണം. വാഹനം ഒരു സ്ഥലത്ത് ഡാഷ് മിനിറ്റിലധികം നിർത്തുന്നതിന് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നു. എത്ര മിനിറ്റിലധികമാണ്? 3 മിനിറ്റിലധികം നിർത്തുന്നതാണ് പാർക്കിംഗ് എന്ന് നിർവചിച്ചിരിക്കുന്നത്. ഒരു വാഹനം ഒരു സ്ഥലത്ത് എത്ര മിനിറ്റിൽ കൂടി നിർത്തിയാൽ പാർക്കിംഗ് ആയിട്ട് കണക്കാക്കാം? 3 മിനിറ്റിൽ കൂടുതൽ നിർത്തി കഴിഞ്ഞാൽ അത് പാർക്കിംഗ് ആയിട്ട് കണക്കാക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ റിഫ്ലക്റ്റീവ് ത്രികോണം വാഹനത്തിൽ നിന്നും ഡാഷ് മീറ്റർ മുമ്പിലും പുറകിലും വെക്കണം. 20 മീറ്റർ മുമ്പിലും പുറകിലുമായിട്ട് വെക്കണം. തുരങ്കത്തിനകത്ത് വാഹനം പാർക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ റിഫ്ലക്റ്റീവ് ത്രികോണം 20 മീറ്റർ മുമ്പിലും പുറകിലും വച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ
ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ച് പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരമാണ് 50 മീറ്റർ. 50 മീറ്റർ. മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ ഫ്ലാഷർ ലൈറ്റ് പ്രവർത്തിപ്പിച്ച് പോകുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് ഡ്രൈവർ പാലിക്കേണ്ട കുറഞ്ഞ ദൂരം 50 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പെഡസ്ട്രിയൽ ക്രോസിംഗിൽ നിന്നും എത്ര ദൂരം മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്? പെഡസ്ട്രിയൽ ക്രോസിംഗിൽ നിന്ന് 5 മീറ്റർ മുന്നെയാണ് വാഹനം നിർത്തേണ്ടത്. 5 മീറ്റർ മുമ്പ് വാഹനം നിർത്തണം. അടുത്ത ക്വസ്റ്റ്യൻ, ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള പരമാവധി ദൂരം 5 മീറ്റർ. ചങ്ങലകൾ അല്ലെങ്കിൽ കയറുകൾ ഉപയോഗിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന വാഹനവും വലിക്കപ്പെടുന്ന വാഹനവും തമ്മിലുള്ള അകലം 5 മീറ്റർ ആണ്. അടുത്തത്, എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാ ക്രമം. ഫയർ സർവീസ്, ആംബുലൻസ്, പോലീസ്. മുമ്പേ അതിനെ കടത്തിവിടാം. ഫയർ സർവീസ് വാഹനങ്ങൾ, അത് കഴിഞ്ഞാൽ ആംബുലൻസ്, അത് കഴിഞ്ഞാൽ പോലീസ്. ഇതാണ് എമർജൻസി വാഹനങ്ങളുടെ മുൻഗണനാ ക്രമം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 80 km/h ആണ്. ഗുഡ്സ് വാഹനങ്ങൾക്ക് കേരളത്തിലെ റോഡുകളിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത 80 km/h. ഇനി അടുത്തത്, ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം. ഡ്രൈവിംഗ് ലൈസൻസിൽ എന്താണ് അയോഗ്യത ഉണ്ടാവുന്നത്? ഡ്രൈവർ പുകവലിച്ചുകൊണ്ട് പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുക. ലൈസൻസ് ക്യാൻസൽ ആവും. യാത്രക്കാരെ തട്ടിക്കൊണ്ടു പോവുക. ലൈസൻസ് ക്യാൻസൽ ആവും. യാത്രക്കാരെ തട്ടിക്കൊണ്ടു പോവുക. അടുത്തത്, ഗുഡ്സ് വാഹനങ്ങളിൽ അമിതഭാരം കയറ്റുക. ഇതെല്ലാം എന്താണ്? ഒരു ഡ്രൈവറുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗതാ പരിധി ഉള്ള പ്രസ്താവനകൾ ശരിയായിട്ടുള്ളതാണ്. ഇതാണ്, സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗതാ പരിധി എത്രയാണ്? 50 km/h ആണ്. സ്കൂൾ ബസ്സുകളുടെ പരമാവധി വേഗതാ പരിധി 50 km/h ആണ്. അടുത്തത്, സിറ്റി ലിമിറ്റിൽ വാഹനങ്ങളുടെ പരമാവധി വേഗത 50 km/h ആണ്. സ്കൂൾ ബസ്സുകളുടെ ആണെങ്കിൽ 50 km/h ആണ്. സിറ്റി ലിമിറ്റിലെ വാഹനങ്ങളുടെ പരമാവധി വേഗതയും 50 km/h ആണ്. കേരളത്തിലെ നിരത്തുകളിൽ അനുവദിക്കപ്പെട്ട പരമാവധി വേഗതാ പരിധി സംബന്ധിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 6 ലെയിൻ റോഡിലെ പരമാവധി വേഗത 110 km/h ആണ്. 6 ലെയിൻ റോഡിലാണെങ്കിൽ 110 km/h. ഇരുചക്ര വാഹനങ്ങൾക്ക് പരമാവധി വേഗത 80 km/h ആണ്. 6 ലെയിൻ റോഡിലെ 110 km/h. ഇരുചക്ര വാഹനങ്ങൾക്ക് എന്താണ്? 80 km/h എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 80 km/h എന്നുള്ളത് തെറ്റാണ്. 6 ലെയിൻ റോഡിൽ 110 km/h ആണ് ഓടിക്കുന്നത്. എന്നാൽ ഇരുചക്ര വാഹനങ്ങൾക്ക് പരമാവധി വേഗത 80 km/h അല്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ULW എന്നതിന്റെ ചുരുക്കെഴുത്ത് എന്താണ്? ULW അൺലാഡൻ വെയിറ്റ് ആണ്. ULW അൺലാഡൻ വെയിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖ. ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കേണ്ട റൂട്ട്, പ്രദേശം, ഉദ്ദേശം സംബന്ധിച്ച ആധികാരിക രേഖയാണ് പെർമിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ലൈസൻസ് എടുക്കാൻ പ്രായമാകാത്ത കുട്ടികൾ വാഹനം ഓടിച്ച് പഠിക്കപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നിയമ നടപടികൾ. വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും നൽകാം. വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും നൽകണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. രജിസ്ട്രേഷൻ എത്ര മാസത്തേക്കാണ്? 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടാം. ഇനി അടുത്ത, കുട്ടിക്ക് 25 വയസ്സ് വരെ ലൈസൻസ് എടുക്കുന്നതിന് അയോഗ്യത. 25 വയസ്സാകാതെ കുട്ടിക്ക് ലൈസൻസ് എടുക്കാനും പറ്റില്ല. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 മൂലം നടപടിയെടുക്കാം. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടിക്കെതിരെ നടപടിയെടുക്കാനും പറ്റും. ഏതൊക്കെയാണ്? വാഹന ഉടമസ്ഥനോ രക്ഷിതാവോ വാഹനം ഓടിക്കാൻ അനുമതി നൽകിയാൽ അവർക്ക് 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയും കിട്ടും. അതുപോലെ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 12 മാസത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടും. കുട്ടിക്ക് 25 വയസ്സാകാതെ പിന്നെ ലൈസൻസ് എടുക്കാനായിട്ട് പറ്റില്ല. കുട്ടിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നടപടിയെടുക്കാനും പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വഴിയാത്രക്കാരനായ ബാലു റോഡിൽ നടന്ന അപകടത്തിൽ പരിക്ക് പറ്റി വീണു കിടക്കുന്ന ഒരാളെ കാണുന്നു. ബാലു അയാൾക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുകയും ഒരു ആംബുലൻസ് വിളിച്ച് അയാളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രി പരിക്ക് പറ്റിയ ആളെ അഡ്മിറ്റ് ചെയ്യുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ബാലു എന്ത് ചെയ്യണം? ഗുഡ് സമരിറ്റൻ ആയ ഒരാളുടെ അവകാശപ്രകാരം മേൽ പറഞ്ഞ 3 ഓപ്ഷനിലെ കാര്യങ്ങൾ ഒഴിവാക്കി അവിടെ നിന്ന് പോകാം. അതായത് തന്റെ വിവരങ്ങൾ പോലീസിനും ആശുപത്രിക്കും നിർബന്ധമായും കൊടുക്കണം. എന്താണ്? നിർബന്ധമായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പരിക്ക് പറ്റിയ ആളുടെ ആദ്യ ചികിത്സാ ചെലവുകൾ കൊടുക്കണ്ട. കോടതിയിൽ നിർബന്ധമായും സാക്ഷിയാകണം. ഇല്ല,
3 കാര്യങ്ങൾ ഗുഡ് സമരിറ്റൻ ആയ ഒരാളുടെ അവകാശപ്രകാരം എന്താണ് ഈ 3 കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2 ഗ്രാമീണർ റോഡിൽ നടന്ന ഒരു അപകടം കാണുകയും പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അവർ പോലീസിനോട് മേൽക്കാര്യത്തിനു സാക്ഷിയാകാൻ സമ്മതിച്ചു. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത്? പോലീസ് അവർക്ക് സമയനഷ്ടം വരുത്താതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ. ശരിയാണ്, സമയനഷ്ടം വരുത്താതെ കാര്യങ്ങൾ ചെയ്യണം. ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കണം. ശരിയാണ്, ഗ്രാമീണർക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ചെന്ന് മൊഴിയെടുക്കണം. അടുത്തത്, അങ്ങനെ മൊഴിയെടുക്കാൻ ഗ്രാമീണരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ പോലീസ് യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിലായിരിക്കണം. അങ്ങനെ ഗ്രാമീണരുടെ വീട്ടിൽ മൊഴിയെടുക്കാൻ ചെല്ലുമ്പോൾ എന്താണ്, യൂണിഫോം ഒഴിവാക്കി സാധാരണ വേഷത്തിൽ ആയിരിക്കണം. അത്രയും കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്. അതിൽ തെറ്റായിട്ടുള്ളത് ഗ്രാമീണരെ പോലീസ് സ്റ്റേഷനിൽ നിർബന്ധമായി വിളിപ്പിക്കണം. അത് തെറ്റായിട്ടുള്ളതാണ്. നിർബന്ധമായിട്ടും പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, NHAI ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കുന്ന സംവിധാനമാണ് ഫാസ്ടാഗ്. ഫാസ്ടാഗ് ആണ് എന്താണ് NHAI ഉപയോഗിക്കുന്ന, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ടോൾ പിരിക്കൽ സംവിധാനമാണ് ഫാസ്ടാഗ്. ഫാസ്ടാഗ്. 94ാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡ്രൈവറെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റം എന്നത്. ഡ്രൈവറെ സംബന്ധിച്ച് കുറ്റം എന്ന് വെച്ചാൽ ആദ്യത്തത്, നിയമപരമായ വേഗത പരിധിക്ക് മുകളിൽ വാഹനം ഓടിക്കുന്നത്. നിയമപരമായ വേഗത പരിധിക്ക് മുകളിൽ വാഹനം ഓടിക്കുന്നത് അത് കുറ്റമാണ്. അപകടകരമായി വാഹനം ഓടിക്കുന്നത് കുറ്റമാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റമാണ്. അതുപോലെ ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത്, ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നതും എന്താണ്, കുറ്റകരമാണ്. ഇത് പ്രകാരം എന്താണ്, ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടാവുന്ന കുറ്റമാണ്. എന്താണ്, നിയമപരമായ വേഗത പരിധിക്ക് മുകളിൽ ഓടിക്കുന്നത്, അപകടകരമായി വാഹനം ഓടിക്കുന്നത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, ഹെൽമറ്റ് വയ്ക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കുറ്റമാണ്. ഇത് ലൈസൻസ് റദ്ദ് ചെയ്യാവുന്നത് വരെയുള്ള കുറ്റമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗം ഏതെന്നുള്ളതാണ്. ഒന്ന് എം പരിവഹൻ. അടുത്തത് എന്താണ്, DG ലോക്കർ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അവ ഇലക്ട്രോണിക്കായും നിയമപരമായും സമർപ്പിക്കാവുന്ന മാർഗങ്ങൾ ഏതൊക്കെയാണ്? എം പരിവഹൻ, DG ലോക്കർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈറ്റഡ് ഡെസിബൽ എന്ന് പറഞ്ഞാൽ എന്നതിന്റെ യൂണിറ്റ്. വൈറ്റൽ ഡെസിബൽ dBAയുടെ യൂണിറ്റ് ആണ്. ശബ്ദത്തിന്റെ യൂണിറ്റ്. ഡെസിബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ശബ്ദത്തിന്റെ യൂണിറ്റ് ആണ്. അടുത്തത് VLTD എന്നതിന്റെ ചുരുക്കെഴുത്താണ്. എന്താണ്, വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് ആണ് VLTD എന്നതാണ് വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ എന്നിവ എന്താണെന്ന് പറഞ്ഞാൽ അപായകരമായ വസ്തുക്കൾ കയറ്റുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വേണ്ടതാണ്. എന്ത്, സ്പാർക്ക് അറസ്റ്റർ, ക്ലാസ് ലേബൽ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ. എന്താണ്, അപകടകരമായിട്ടുള്ള വസ്തുക്കൾ കയറ്റുന്ന വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഈ സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ, സ്പീഡ് ഗവർണർ വാഹനത്തിൽ ചെയ്യുന്നത് എന്താണ്, വാഹനത്തിന്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്നത് തടയുന്നു. സ്പീഡ് ഗവർണർ എന്താണ്, വാഹനത്തിന്റെ വേഗത നിശ്ചിത പരിധിക്ക് മുകളിൽ പോകുന്ന തടയാനാണ് സ്പീഡ് ഗവർണർ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സ്വകാര്യ സ്റ്റേജ് കരിയേജ് ബസ്സുകളുടെ അനുവദിക്കപ്പെട്ട നിയമപ്രകാരം ബസ്സിന് അടിക്കേണ്ട നിറമാണ്. സിറ്റിയിലാണെങ്കിൽ ലൈം ഗ്രീൻ, മൊഫ്യൂസിലാണെങ്കിൽ ഡീപ്പ് സ്കൈ ബ്ലൂ, ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെങ്കിൽ വിവിഡ് പിങ്ക്. ഇതാണ് എന്താണ് സിറ്റിയിൽ ഓടുന്ന സ്വകാര്യ സ്റ്റേജ് കാരിയേജ് ബസ്സുകളുടെ കൊടുക്കേണ്ട നിറങ്ങൾ. സിറ്റിയിലെ ലൈം ഗ്രീൻ, മൊഫ്യൂസിലെ ഡീപ്പ് സ്കൈ ബ്ലൂ, ലിമിറ്റഡ് സ്റ്റോപ്പ് ആണെങ്കിൽ വിവിഡ് പിങ്കും ആണ് കൊടുക്കേണ്ടത്.